ആരംഭിക്കുന്നത്. ഈ പ്രശ്നം കൊണ്ട് ഞാൻ പല വഴികളും തേടി മദ്യം നിർത്താൻ വേണ്ടി, ഒന്നും വർക്കൗട്ട് ആയില്ല. 8 പ്രാവശ്യം ശബരിമല, 4 സൈക്കാട്രിക് ഡോക്ടർ, ഒരു കൗൺസിലർ. നെയ്വേലി തന്നെ കുറെ, ഈ ഞങ്ങളെ ഡിവിഷനിൽ തന്നെ ഈ സൈക്കാട്രിക് ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന്റെ മരുന്ന് പലതും കഴിച്ച് ഞാൻ മാക്സിമം എൻ്റെ ഡേറ്റ് 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മരുന്ന് കഴിച്ചുകൊണ്ട്, അത് പറയാൻ പാടില്ല എന്ന് പറയുമെങ്കിലും ഞാൻ ഈ ടോപ്പിക് ഇങ്ങനെ ആയതുകൊണ്ട് പറയേണ്ട വരുന്നത്, മദ്യം കഴിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടേ മദ്യം കഴിച്ചവനാ ഞാൻ. അപ്പൊ എത്രത്തോളം തീവ്രമാണ് ആ രോഗം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അതില്ലെങ്കിലും എന്നിനുള്ളിലുള്ള മദ്യാസക്തൻ അത്രത്തോളം തീവ്രമായിരുന്നു, അത്രത്തോളം വിഷമം പിടിച്ചതായിരുന്നു. പക്ഷേ ഈ എയുടെ മെസ്സേജ് കിട്ടി, നേരെ എക്ക് ഞാൻ പോയില്ല എന്ന് പറഞ്ഞാൽ ദൈവഹിതം, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയില്ല, അത്രേ പറയാനുള്ളൂ. ഇന്ന് പറയാൻ പറ്റുന്നുണ്ട്. അന്ന് ഏത് ദൈവം? ഞാൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ അവസാനം എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുമ്പം ATM-ലുള്ള 10,000 രൂപ എടുത്തപ്പം, ഏതായാലും കുടി നിർത്താൻ പോവല്ലേ, ഇന്ന് മാത്രം കുടിക്കാന്ന് പറഞ്ഞിട്ട് 300 രൂപ വാങ്ങിച്ച് 3 ക്വാർട്ടർ വാങ്ങിയിട്ട് അവസാനം ജേണി ചെയ്യുമ്പം വരെ കക്കൂസ് മഗ്ഗിലൊഴിച്ച് കുടിച്ച കുടിയനാണ്. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു പുതുമക്കാരൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പറയുന്ന വാക്കുകൾക്ക് ഒരു അർത്ഥമുണ്ടാവും. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും, ഞാൻ പറയുന്ന എക്സ്പീരിയൻസ്, ഞാൻ അധികം ബുക്കിനെ കാട്ടി എൻ്റെ എക്സ്പീരിയൻസ് കൂടെയാണ് ഞാൻ സംസാരിക്കല്. ആ എക്സ്പീരിയൻസ് വഴി നിങ്ങൾക്കും എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരോടെ പറയേണ്ട? സാന്റോനോടും ഖലീൽ ഖാനോടും രാജേഷിനോടിലാണ് പറയേണ്ടത്. ഇവർക്കെല്ലാം ഇത് അറിയാം. പക്ഷെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പഠിപ്പിക്കാനൊന്നും വരുന്നൊന്നുമില്ല. എൻ്റെ അനുഭവങ്ങളിൽ കൂടെ വീണ്ടും ഒരു തിരിഞ്ഞു നോട്ടം, അത്രേ ഉള്ളൂ. ഞാൻ തന്നെ മറന്നു പോകണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇൻട്രഡക്ഷൻ മതി, ബാക്കി ടോപ്പിക്കിലേക്ക് കിടക്കും. അപ്പൊ ആദ്യമായി കടന്നു വന്ന എന്നെ പറഞ്ഞ ഒരു വേർഡ് എനിക്ക് ഭയങ്കര, ഇന്നും മറക്കൂല. പല മീറ്റിങ്ങുകളിലും നമ്മളും ആൾക്കാർ തന്നെ റിപ്പീറ്റ് ചെയ്തത്, ശരിയാണ് ഇടം, ശരിയാണ് നേരം, റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ്. ഇവിടെ ആരും അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. കേരളത്തിലൊന്നും. കേരളത്തിൽ പറയാവുന്നവരുണ്ട്, പുതുമക്കാർ വരാതിരുന്നിട്ടില്ല, ഇവിടെ വന്നിട്ട് ആൾക്കാർ തുടർന്ന് നിൽക്കാതിരുന്നിട്ടില്ല. എല്ലാവരും ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തുടർന്ന് ഏലേക്ക് വരും. അയാൾ കടാക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നും പറയും. ഇത് പറയുമ്പോൾ തന്നെ ശരിയായ ഒരു തെറ്റ് വാചകമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കും. കാരണം ഒരു പുതുമക്കാരൻ കുടിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരു മദ്യാസക്തന് ഇവിടെ കയറി വരുമ്പം, എൻ്റെ ഒരു സീനിയർ മെമ്പർ ഇപ്പോൾ തൂത്തുക്കുടിയിലുണ്ട്, അയാൾ പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എനിക്ക് ആദ്യമായി മീറ്റിങ്ങിൽ വരുമ്പം ദൈവം എന്നുള്ള വാക്ക് കേട്ടാൽ ഈയം കാച്ചി കാതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന പോലെയായിരുന്നു. ദൈവം എന്നുള്ള വാക്കുകൾ ഇവർ റിപ്പീറ്റഡ്ലി പറയുമ്പം എനിക്ക് ഈയം കാച്ചി എൻ്റെ കാതിലേക്ക് ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അത്രത്തോളം അരോചകമായിരുന്നു ആ വാക്ക്. കാരണം ദൈവത്തിന് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ മുതൽ അമ്മ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ്, മക്കൾ പറഞ്ഞ്, മാസ്റ്റർ പറഞ്ഞ് എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവം, ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഭ്രാന്തനായി കുടിച്ചിട്ട് മരിക്കുന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കുക. എന്നെ 45 വയസ്സിൽ ഏക്ക് വരുമ്പോ ഞാൻ ആദ്യമായി ചെയ്ത്, ഈ ദൈവം ഇത്ര കാലം ഉറങ്ങുകയായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പുണ്ടെങ്കിൽ എൻ്റെ ഭാര്യത്ത് കെട്ടുതാലിയും കഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ച ആളാ. ദൈവത്തിന് വേറെ പണിയില്ല. നീ ബ്രാൻഡ് ഷോപ്പിൽ ഇരിക്കും, ആരത്തെ കടം വാങ്ങി അവിടുന്ന് കുടിച്ച് ഛർദിക്കുക. അന്നേരം ദൈവം നിന്നെ ഇങ്ങനെ പൊന്തിച്ച് എന്നാലും ചാകാൻ വിട്ടിട്ടില്ലല്ലോ, അതിന് നീ ദൈവത്തിന് നന്ദി പറഞ്ഞു വാന്നാ പറഞ്ഞ. ഇന്നത്തെ ഇതിലും ഇട്ട ഒരു വേർഡ് ഉണ്ട് ഡെയിലി റിഫ്ലക്ഷനില്. അതായത് ഏഴില് വന്നപ്പം എനിക്ക് ചാർലറ്റാണ് ആത്മീയത്തിനെ പറ്റി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് തന്നെ ഏഴ് നിരീശ്വരവാദികളും ഈശ്വരവാദികളും രക്ഷപ്പെട്ടു പോകും. എന്നെ പോലത്തെ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടാൻ വലിയ പാടാന്ന് പറയും. ഞാനങ്ങനെ ഇപ്പൊ പറയലില്ല. ഏകദേശം ഒരു ശക്തി ഉണ്ട് എന്നുള്ള അംഗീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ആദ്യം തന്നെ പ്രെയർ,
തമിഴ്നാട്ടിലല്ല ഞാൻ കണ്ടെടുത്ത്. ഞാൻ ഇവിടെ പലരും ബാക്കിൽ കൈ കെട്ടിയിട്ടാ പ്രയർ. അതൊന്നും തെറ്റൊന്നുമല്ല. പ്രയർ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശക്തി ഈശ്വരവാദിക്കും നിരീശ്വരവാദിക്കെല്ലാം ഈക്വലായി കിട്ടുന്ന പറഞ്ഞത്. എന്തിനേറെ പ്രയർ പറയാത്തവന് പോലും ഞാൻ പ്രയർ ചെയ്യുമ്പോൾ അതിന്റെ ഫലം കിട്ടും മേല്. കാരണം നമ്മൾ സെൽഫിഷ് ആയിട്ടല്ല അതിൽ പ്രയർ ചെയ്യുന്നത്, ഞങ്ങൾക്ക് നൽകണമെന്ന. അപ്പൊ പ്രാർത്ഥിക്കാത്തവനും അതിന്റെ ഫലം കിട്ടും ഏല് വന്നു കഴിഞ്ഞാൽ. അതാണ് ഏയുടെ ഒരു പ്രവർത്തനം. ഇവിടെ എല്ലാവരും എല്ലാം ചെയ്യണമെന്നില്ല. ശരിക്ക് കാപ്പി ഇടുന്നവന് പ്രസംഗിക്കാൻ പറ്റൂല, പ്രസംഗിക്കുന്നവന് ബെഞ്ച് പിടിച്ചിടാൻ പറ്റൂല. അപ്പൊ ഈ ശരിயான ഇടം ശരിயான നേരം അതൊരു എനിക്കൊരു ക്ലിക്കായ ഒരു വേർഡായിരുന്നു. കാരണം അവസാന കാലഘട്ടങ്ങളിൽ ഇറങ്ങിപ്പോടാ നായ, നീ ഒന്നും ഇവിടെ വരരുത്, എന്തിനാ വന്ന, ഈ ചോദ്യങ്ങളായിരുന്നു ഞാൻ അഭിമുഖീകരിക്കും എവിടെ പോയാലും. എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും. അല്ലെങ്കിൽ അവരങ്ങനെ പറയാൻ മടിയുള്ളവരാണെങ്കിൽ എന്നെ അറിയിക്കാതെ പല ഫങ്ഷനും പല പരിപാടികളും. കാരണം എവിടെ പോയാലും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന എന്നെ കൊണ്ട് അവർക്ക് മതിയായി. അവസാനം എൻ്റെ ഭാര്യ ഒന്നും നാട്ടിലേക്ക് വരരുത്, ഭാര്യ വീട്ടിലേക്ക് വരരുത്, അവരെ ഫങ്ഷന് പോകരുത്, ഇനി പോയാൽ തന്നെ എവിടെയും കുടിച്ച് കിടന്നോ നിങ്ങൾ ഈ മുഖം കാണിക്കാൻ വരരുത്, അങ്ങനത്തെ രീതിയിലായിരുന്നു എന്നോട് പെരുമാറിയത്. അപ്പൊ അതെല്ലാം എന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയപ്പം ഞാനില്ലാതെ കുടിക്കാൻ പോവാതിരുന്ന ഫ്രണ്ട്സ്, സുരേഷ് ഇല്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ ഫ്രണ്ട്സ്, സുരേഷ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് എൻ്റെ മദ്യപാനം മാറി എന്നുള്ളതാണ്. ഇതൊന്നും അധികപ്പെടുത്തി പറയുന്നൊന്നുമല്ല. നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു രൂപം പിടികിട്ടിയിട്ടുണ്ടാവും. നേരത്തെ ഞാൻ ഈ ഗ്രൂപ്പിൽ പറയുന്ന ആൾക്കാരാണ്. ഇവിടെ ആരും എനിക്ക് അറിയാത്ത ആൾക്കാരായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉള്ളവർ അത് മനസ്സിലാക്കുന്ന വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ആ രീതിയിലുള്ള ശരിயான ഇടം ശരിயான നേരം അതിശയങ്ങൾ നടക്കുന്നതാണ്. എൻ്റെ അമ്മോ, ഞാൻ വിചാരിച്ച അതിശയം എനിക്ക് പൈസന്റെ പ്രശ്ന. പൈസ കുറെ വേണം, അതിശയം നടക്കും. അപ്പൊ അവിടെ വന്ന 4 പേരിൽ ഒരാൾ കുറച്ച് നല്ലോണം മോതിരവും ചെയിനെല്ലാം ഇട്ടിട്ടുണ്ട്. ഓ, നമ്മളെ അതിശയം ഇയാളെ പറ്റിച്ച് കുറച്ച് പൈസയും വാങ്ങിയിട്ട് പുറത്തേക്ക് പോകാന്നുള്ള ചിന്തയല്ല. കാരണം എനിക്ക് അവിടുന്ന് ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങി ഓടാനും പറ്റൂല, ഭാര്യയുണ്ട് പുറത്ത്, അവിടെ ഒരു LNN മീറ്റിംഗും ഉണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടാന്ന് പറയാ. ഭാര്യ പുറത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കേണ്ടത് വരും. അങ്ങനെ ഇരുന്ന് അപ്പോ നമ്മൾ ഈ ആദ്യം തന്നെ പ്രാർത്ഥന. എന്നോട് ട്രീറ്റ്മെന്റ് സെന്ററിൽ ഒരാഴ്ച ഡീടോക്സിക്കേഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം അവിടുത്തെ സിസ്റ്റർ പ്രാർത്ഥന റൂമിലേക്ക് പോന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ദൈവവിശ്വാസം ഇല്ല എന്നാ. ഈ നമ്മൾ ഇതിലെല്ലാവരും നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഡിസീസ് ഓഫ് ഡിനയൽ എന്നാ പറയാ. അതായത് മറക്കും തന്മയുള്ള നോയി. എനിക്കില്ല, എനിക്ക് ആ പ്രശ്നമില്ല, എനിക്ക് നടന്നിട്ടില്ല, എനിക്ക് അങ്ങനെ ആയിട്ടില്ല, ഞാൻ കുടിച്ചിട്ട് റോഡിൽ കിടന്നിട്ടില്ല. എനിക്ക് മുമ്പേ ഉള്ള ഒരു സീനിയർ ഒരാള് ഡിപ്പാർട്ട്മെന്റിൽ അതായത് അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ പ്രോഗ്രാം നടത്താൻ 2 ദിവസത്തെ പ്രോഗ്രാം, പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ, ഇങ്ങനെയുള്ള പരിപാടികൾ ഇന്നും ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വെറുതെ സ്കെൽട്ടൻ എടുത്ത് പോകുന്ന പോലെ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് ഷെയറിങ്ങിന് ഞങ്ങളെയും കൂട്ടിയിട്ട് പോകും. അപ്പൊ അദ്ദേഹം അവിടുന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം അവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, $1 ബില്യൺ ക്വസ്റ്റ്യൻ എന്നുണ്ട്. $1 ബില്യൺ ക്വസ്റ്റ്യൻ എന്നാ പറയാ. എന്താ ആ ക്വസ്റ്റ്യൻ? അത് നിങ്ങളെ മുമ്പിലും വെക്കുക. ആരാ കുടിയൻ? ക്യാൻ യു ഡിഫൈൻ? നിങ്ങളോടൊരു ചോദ്യമായിട്ട് വെറുതെ ഇതിൽ പറയാനൊന്നും പറ്റില്ല, ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ പറ്റിയാൽ അത് അരോചകമായിരിക്കും. ആരാ കുടിയൻ? നിങ്ങളെ മനസ്സിൽ തന്നെ അതിൻ്റെ ഇത് ചിന്തിച്ചാൽ മതി. ആരാ കുടിയൻ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ കണ്ടത്, കുടിച്ചിട്ട് അളിയനോടോ അല്ലെ മാമനോടോ ആരോടെങ്കിലും അടി കഴിഞ്ഞിട്ട് ചടി ഇട്ടിട്ട് റോഡിൽ വീണ് പെരട്ടി തലയെല്ലാം പൊട്ടി, അല്ലെങ്കിൽ ഭാര്യനെ മുടി പിടിച്ച് അടിച്ച് ഭാര്യയെ അടിച്ച് പുറത്താക്കി കോർട്ടും കേസും പോലീസും, അല്ലെങ്കിൽ ഓടയിലോ മറ്റേടത്തോ ബേഷ്ടിയോടെ വീണ് അഴുക്കായി കിടക്കുന്ന ഒരു കുടിയൻ, അല്ലെ സമുദായത്താലെ വെറുക്കപ്പെട്ട് കാറി തുപ്പി, ഇങ്ങനെ മോശമായ രീതിയിലാണ് ആ കുടിയന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നത്. ഞാൻ ഇത്രയും മോശമായി മരണം കണ്ടിട്ട് പോലും ഞാൻ ആ ലെവലിൽ പോയിട്ടില്ല എന്നാ ഞാൻ പറയാം. കാരണം ആ രോഗം അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതിയിലോ ഒന്നും ആയിരുന്നില്ല ഞാൻ. എനിക്ക് ആകെ ഉള്ളത് 2, ഒന്ന് സാമ്പത്തികം, ഒന്ന് ശാരീരികം. മാനസികമോ ആത്മീകമോ ഈ രോഗത്തിന്റെ ഇതൊന്നും എനിക്ക് പറയാൻ
ഇവര് ശരിயான ഇടം ശരിயான നേരം എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയെങ്കിലും പിന്നെ പറഞ്ഞൊരു വാക്ക് എനിക്കൊരു വല്ലാത്തൊരു വിഷമം തന്ന, ഈ അമിത മദ്യപാന ഇത് ഒരു രോഗമാണെന്ന് എനിക്ക് അംഗീകരിക്കാനേ പറ്റിയില്ല. ഇന്നും ഞാനത് പൂർണ്ണമായി അംഗീകരിച്ചെന്ന് എന്നെ കൊണ്ട് സത്യസന്ധമായി നിങ്ങളെ മുമ്പിൽ പറയാൻ പറ്റില്ല. എടാ BP ഷുഗർ എല്ലാം ഉണ്ട്. എനിക്ക് വരുന്നതിനെ കാട്ടിയുമ്പോ അതെല്ലാം സ്റ്റാർട്ട് ആയിരുന്നു. ഇതിന്റെ കൂടെ ഇതും ഒരു രോഗം. 150 ഇല്ല, ഇന്നെല്ലാം 150 കൊടുക്കേണ്ടി വരും. 100 രൂപ, 100 രൂപയും വേണ്ട, 30 രൂപ എവിടുന്നെങ്കിലും ഒപ്പിച്ച് ബാർ കൊടുത്താൽ ഒരു കട്ടിങ് കിട്ടും. അത് കുടിച്ച് ഛർദിച്ച് സൈഡാകുന്ന എനിക്ക് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾസർ രോഗം, അല്ലെങ്കിൽ ഛർദിൽ ഒരു രോഗം, ദഹനമില്ലായ്മ. എന്റെ മദ്യപാനം ഒരിക്കലും ഒരു രോഗമെന്ന് എന്നെ കൊണ്ട് പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റിയിട്ടേ ഇല്ല. ഈ മദ്യപാനം കൊണ്ട് ഛർദിക്കുന്നു, മദ്യപാനം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മദ്യപാനം കൊണ്ട് എൻ്റെ മക്കളും ഭാര്യ എന്നെ വെറുക്കുന്നു, മദ്യപാനം കൊണ്ട് എൻ്റെ പൈസ കംപ്ലീറ്റ് തീരുന്നു, മദ്യപാനം കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇതെല്ലാം എൻ്റെ ബ്രാഞ്ചസാ. പക്ഷെ മദ്യപാനം എനിക്കിഷ്ടമാണ്, ഞാനത് നിർത്താൻ തയ്യാറല്ല. കുറച്ച് മാറ്റി വെക്കണം, കുറച്ച് കുടിക്കണം. കുടി എന്ന് പറഞ്ഞാൽ ഇന്നും അതിനെപ്പറ്റി പറയുമ്പം ഞാൻ വാചാലനാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടെ ഇത് പറയുമ്പോൾ ഞാൻ വാചാലനാകുന്നത്. അല്ല, ഞാനൊന്നും ഭയങ്കര ഈ പ്രോഗ്രാമിനെ പറ്റി അങ്ങനെ പഠിച്ച് മറ്റേ 1935 എന്ത് നടന്നു, 40 എന്ത് നടന്നെന്ന് എനിക്കൊന്നും വലിയ വെളിവും വെള്ളിയാഴ്ചയൊന്നും ഇല്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ആ പറഞ്ഞ വാക്ക് രോഗം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റിയില്ല. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശരിയായ എക്സ്പ്ലനേഷനും ഞാൻ നന്നായി റിക്കവറി ആവുമ്പം എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, ഇന്ന് ഞാൻ ലീവ് എടുക്കുന്നില്ല, എൻ്റെ ഭാര്യയായിട്ടുള്ള അടി കുറയുന്നുണ്ട്, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ബാങ്കിലുള്ള പൈസ പലിശക്കാരൻ എടുക്കുന്നില്ല. ഇങ്ങനത്തെ രീതിയിൽ സമുദായത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും നടക്കുമ്പം എന്നെയും തിരക്കായിട്ടുള്ള സുരേഷ് വന്നോട്ടെ, അല്ലെ സുരേഷിനെ അവിടെ ഇരുത്തിക്കോ എന്ന് പറയാനുള്ള ഒരു രീതിയിലേക്ക് എല്ലാവരും മാറുമ്പം അന്നേരം ഞാൻ ഏകദേശം അതായത് ഇതിന്റെ ശരിയായ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കെല്ലാം അറിയുന്നത്, ഒരു തുള്ളി മദ്യമാണ്, ആദ്യത്തെ മദ്യമാണ് എന്നെ ഇത് ചെയ്യുന്ന അലർജിക്കാണ്, മെന്റൽ ഒബ്സഷൻ കപ്പിൾഡ് വിത്ത് ഫിസിക്കൽ അലർജി, ഇത് അറിയുന്നതാണ്. ഇത് ആദ്യം ഇത് ഡെഫിനിഷൻ പോലെ അല്ലെങ്കിൽ ഒരു മന്ത്രം പോലെ അല്ലെങ്കിൽ ഒരു ഈ പ്രെയർ പോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നല്ലാതെ ഇതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് വീണ്ടും വീണ്ടും മറ്റുള്ളവരോട് കുടികൂടെ, അതാ പറയാ ഏലൊന്നും വേസ്റ്റ് ഇല്ല എന്ന് പറയും. വീണ്ടും റിലാക്സായി കുടിച്ചു പോയി വരുന്നവർ കഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ട് എനിക്ക് വീണ്ടും ഒരു കുടിയിൽ പോവാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു ചാൻസ് ഏർപ്പെടുത്തി തന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുക, ഇവിടെ നിങ്ങൾ കുടിച്ചവരെ ഇവിടെ വന്ന് വീണ്ടും പോയി കുടിച്ചവരെ അല്ലെങ്കിൽ സ്ലിപ്പായവരെ വെറുക്കരുത്, അവരെ വീണ്ടും പോയി കാണണം. കാരണം അവൻ പെടുന്ന കഷ്ടവും നഷ്ടവും കാണുമ്പോൾ തന്നെ ഇനി ഒരു കുടിയിലേക്ക് പോകരുത് എന്നുള്ള ഊർജിതമാവും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ പുതുമക്കാരനോട് പറയാനുള്ളത്. ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരുന്നവർ വീണ്ടും ഒരു കുടിയിലേക്ക് പോകുന്ന ഇത് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മളിതിൽ എന്താ പറയുക, നിരീശ്വരവാദികളോട് ഭാര്യയും മറ്റുള്ള കുടുംബത്തിനോടുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ വേറൊരു മദ്യാസക്തനോട് ഉള്ള പ്രവർത്തനം എല്ലാം നമ്മളെ ചാപ്റ്ററിലുണ്ട്. ബിഗ് ബുക്കിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇല്ല എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രെയർ, ഒരു മദ്യപാനാസക്ത രോഗി വന്ന് പ്രെയർ എന്ന് പറയുമ്പം നമ്മളെ പ്രെയർ അല്ലയോ ഈശോനോ മറ്റേ ഒന്നുമില്ല, ഒരു കോമൺ ആയ പ്രെയറാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ജീസസ് എന്നറ്റം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരാഴ്ചക്ക് ട്രീറ്റ്മെന്റ് സെന്റർ കഴിഞ്ഞിട്ടാണ് നെയ്വേലിക്ക് ആദ്യത്തെ മീറ്റിങ്ങിന് പോകുന്നത്. മീറ്റിങ്ങിന് പോകുമ്പം ആദ്യത്തെ ചോദ്യം എൻ്റെ ഭാര്യനോട് ഞാൻ ചോദിച്ചത്, ഇപ്പം ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ മീറ്റിംഗ്? അപ്പൊ അവൾക്ക് ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വാക്ക് അവൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. നിങ്ങൾക്കല്ല ഇത്, എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ഭാര്യ പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാണ്, ഏത് പൊട്ടനെ കൊണ്ട് കുടി നിർത്താൻ പറ്റും? കാരണം നീയും പൊട്ടനായിട്ട് 8 പ്രാവശ്യം ശബരിമലക്കെല്ലാം പോയി നിർത്തിയ കൂടി കറക്റ്റായിട്ട് വന്ന് തുടരുകയും ചെയ്തിന്. അതിനെ കൊണ്ടുള്ള കഷ്ടങ്ങൾ ഞങ്ങളാണ് കൂടുതൽ അനുഭവിച്ചത്. എപ്പോൾ എല്ലാം നിർത്തിയോ അതിൻ്റെ ഡബിളായിട്ടാണ് പിന്നെ നീ ആരംഭിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നിർത്തിയ കൊടി തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ പോയി ആദ്യത്തെ മീറ്റിങ്ങിലൊന്നും ചോദിച്ചിട്ടില്ല. 2-3 മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ ഒരു മീറ്റിംഗ് അവിടെ. നോട്ട് ദ പോയിന്റ്. ആഴ്ചയിൽ ഒരു മീറ്റിംഗ്, വ്യാഴാഴ്ച മാത്രമാണ് ആ മീറ്റിംഗ്. അതിന് പോകാൻ പോലും മടി കാണിക്കുന്ന ആളായിരുന്നു ഞാൻ ആദ്യ ദിവസങ്ങളിൽ, ആദ്യകാലങ്ങളിൽ. അപ്പം ആ ഇതില് അടുത്തൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇവരെ രീതിയൊന്നും ശരിയാകുന്നില്ല. ഇവര് വായിക്കുന്നു, ഇവരെ കാര്യങ്ങൾ പറയുന്നു, ഇവരെ പൈസ ഇട്ടിട്ട് ചായ കുടിക്കുന്നു, എനിക്കും ചായ വാങ്ങിത്തരുന്നു. ഞാൻ എല്ലാവരുടെ പൈസയും ചുരുട്ടി കൂട്ടിയിട്ട് ചീട്ട് കളിച്ചിട്ട് കുറച്ച് പൈസ സമ്പാദിച്ച് വന്നിട്ട് എല്ലാവർക്കും ചായ വാങ്ങിച്ചു തരാന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരു ടൈപ്പായിരുന്നു ഞാൻ. അതായത് എല്ലാവരും പൈസ എൻ്റെ അടുത്ത് തരണം, ഞാൻ പോയി ചീട്ട് കളിക്കും, എന്നിട്ട് ജയിച്ചിട്ട് വന്നിട്ട് ഡബിൾ ആയിട്ട് ചായ അല്ല നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ചു തരാം, ചിലപ്പോൾ അത് പോയാലോ നിങ്ങൾക്ക് ചായ ഇല്ല, അങ്ങനെ സിമ്പിളായിട്ട് പറയുന്ന ആളാണ്. ഇപ്പൊ ഇവരെ രീതിയൊന്നും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷെ എന്നെ വെറുക്കുന്നില്ല, ഇവർ സ്നേഹിക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു ഇതുണ്ട്. കാരണം ഞാൻ ആൾക്കാരെ വെറുപ്പിക്കുന്നതിൽ നമ്പർ 1. വെറുതെ എന്തെങ്കിലും പറഞ്ഞു വെറുപ്പിക്കും. എന്നോട് ഭാര്യ പോലും ഇപ്പൊ പോലും പറയും, നിങ്ങളടുത്ത് 1 മണിക്കൂറൊന്നും സംസാരിക്കുമ്പോൾ എൻ്റെ മക്കൾ എനിക്കും ഭാര്യക്കും തന്ന ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. 3 hours നിങ്ങൾ കച്ചറയിലായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര കിട്ടലാന്ന് പറയും എൻ്റെ ചെറിയ മോള് പറയുന്ന. അപ്പം ആ രീതിയിലുള്ള എന്നെയും ഇവർ സഹിച്ചിട്ട് അവരോട് പല ചോദ്യങ്ങളും, ആ ചോദ്യത്തിൽ ഒന്നായിരുന്നു എൻ്റെ ഭാര്യനോടാ ഞാൻ പറയാ, അവരോടല്ല. കാരണം ഭാര്യയാണല്ലോ ഇത് കാണിച്ചു തന്നത്, അപ്പൊ അവളോടല്ലേ പറയണ്ട ഫസ്റ്റ് കംപ്ലൈന്റ്. ആ കൈകൂപ്പിയ ഇത് കണ്ടോ, ഇത് ക്രിസ്ത്യാനിയാക്കുന്ന പ്രോഗ്രാമാണ്, ഇത് അമേരിക്കയിലാണ് പൊട്ടി പുറപ്പെട്ടത്, ഇത് ഇവർക്ക് എന്തോ എയ്ഡോ എന്തോ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിയാക്കുന്ന പ്രോഗ്രാമാണ്. എൻ്റെ ഭാര്യ സംശയിച്ചേ ഇല്ല. നേരെ അവർക്ക് ഒരു ഭാഗ്യത്തിന് അന്നൊരു ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു. നേരെ ഏത് സീനിയറിനെ അടിച്ചതെന്നറിയില്ല, ഈ ഏക്കാര് കുറെ ഉപദേശിക്കാൻ റെഡി ആയിട്ടുണ്ടല്ലോ, ഏതോ ഒരു സീനിയറിനെ അടിച്ച്. നാട്ടിലുള്ള ആളാണോ അവിടെ പൺറുട്ടിയിലുള്ള ആളാണോ എന്നറിയില്ല. അവള് പിറ്റേ ദിവസം എനിക്ക് ആൻസർ തന്നു, നിങ്ങളെ ക്രിസ്ത്യാനി ആക്കൂല, മുസ്ലിമും ആക്കൂല, നിങ്ങളെ ഒരു മനുഷ്യനാക്കി മാറ്റും. അടുത്ത ആൽക്കഹോളിക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ മനുഷ്യനെ അല്ലേ? അപ്പൊ അവള് തന്നെ പറഞ്ഞ്, മൃഗത്തിനോട് പോലും അവള് ആത്മകഥം എനിക്ക് കേട്ടതാ, മൈൻഡ് വോയിസാ. ഒരു മൃഗത്തിനോട് പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ജീവിച്ച നിന്നല്ല ഇന്ന് കുറച്ചെങ്കിലും ഒരിടത്തിൽ തുടർന്ന് എന്ന് പറയാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ സ്ഥലം വിടണ്ട മോനെ. ഞങ്ങൾ ചത്തുപോയാലും സാരില്ല, നീ ജീവനോടെ ഇരുന്നു എന്ന് എന്നെ ആശീർവദിച്ചയച്ച ആളാണ് എൻ്റെ ഭാര്യ. ഇന്നലെ ബില്ലിന്റെ ഭാര്യനോടെല്ലാം നമ്മൾ നന്ദി ഉണ്ടാകണം എന്നെല്ലാം പറയുന്നത്. ഈ ബില്ലിന്റെ ഭാര്യ അവരെല്ലാം കറക്റ്റ് തന്നെ. ബോബിന്റെ വൈഫ് എല്ലാം മദർ ഓഫ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്ററിന്റെ ഇത് പറയും അത് ഇവരല്ല. അപ്പോ ഇവരെല്ലാവരോടും നന്ദി പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, പക്ഷെ എൻ്റെ ഭാര്യനോട് ഒരിക്കലും നന്ദി പറയാനോ സോറി പറയാനോ പറഞ്ഞാൽ ഇന്നും എനിക്ക് വിഷമമാണ്. ഇത്ര കാലമായിട്ട് നീയെല്ലാം ഇത് പ്രോഗ്രാം വേറെ 1.5 മണിക്കൂർ പറയാൻ വരുന്നുണ്ട്, എന്നിട്ട് ഇത് പറയാൻ എനിക്ക് നാണമില്ലെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ അർഹതപ്പെട്ടവനാണ്. കാരണം എനിക്ക് അങ്ങനത്തെ എളുപ്പമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ ഉള്ള രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം ആദ്യമായി കയറി വരുന്ന ആ കീ പ്രേയർ, ദൈവം, ഇങ്ങനത്തെ എല്ലാം പറയുമ്പോ തന്നെ പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ ആൾക്കാർ അയാള് എന്താ പറയാ, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3 മാസം എല്ലാം ചിലപ്പം വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് സെന്ററിലെല്ലാം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒന്ന് റിലീഫായി അടുത്ത കുടിക്ക് വേണ്ടിയിട്ടുള്ളത് ചിന്ത ബുദ്ധിയിൽ പോകുന്നുണ്ടാവും. ഞാൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് ഇറങ്ങുമ്പം നല്ല മധുരക്കള്ള് കുടിക്കാൻ വേണ്ടി ഒരാളുമായിട്ട് ചട്ടം കെട്ടിയിട്ടാണ് ഞാൻ പുറത്തു വന്നത്. അങ്ങനത്തെ ഞാനാണ് ഇവിടെ വന്നിട്ട് ഞാൻ പ്യുവർ ആയ പോലെയാണ് സംസാരമെല്ലാം. അപ്പം ഈ പറഞ്ഞ പോലെ പ്രെയറിന്റെ ഇത് നമ്മളെ പ്രയാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ക്ലാരിറ്റി വേറെ ഒരു പ്രോഗ്രാമിനും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും മൂത്ത ആൾക്കാർ. പക്ഷെ ഞാൻ അതെല്ലാം കൺഫ്യൂസ് ചെയ്യും. കാരണം ഇവിടെ മതമില്ല, ജാതിയില്ല, പഠിപ്പില്ല, അന്തസ്സില്ല. അപ്പൊ ഇത് ഒരു ശരിയാകാത്ത പ്രോഗ്രാം. ഞാൻ എല്ലാത്തിനും വലിയ അന്തസ്സും
ഞാൻ പഠിച്ചത് 12ാം ക്ലാസ് 7 അറ്റംപ്റ്റ് ആണെങ്കിൽ എനിക്ക് പഠിക്കാത്ത കൂട്ടരെല്ലാം കണ്ടേ ഭയങ്കര ഇൻസൾട്ടാ. ഞാൻ തൂത്തുക്കുടിയിൽ ഒരു മൂത്ത സഹോദരനോട് പറഞ്ഞിരുന്നു, ഇവിടെ എല്ലാം പഠിക്കാത്ത കൂട്ടരാ സാർ, അതുകൊണ്ട് ഇവർക്ക് ഈ പടികൾ ചെയ്യാൻ പ്രശ്നമാണ്. ആ മൂത്ത സഹോദരൻ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് നീ എന്താ IAS പഠിച്ചവനാണെന്നൊന്നും ചോദിച്ചിട്ടില്ല. സുരേഷ്, പഠിച്ചവർക്കാണ് ഈ പ്രോഗ്രാം വർക്കൗട്ട് ആവൂല. നീ ഞാനും പല ചോദ്യങ്ങൾ ചോദിക്കും, എന്തിനാ അങ്ങനെ ചെയ്ത എന്ത് നടക്കും, റിസൾട്ട് എല്ലാം ചോദിക്കും. പഠിക്കാത്തവരാകുമ്പോൾ അവരെന്ത് പറഞ്ഞാലും നന്നായിട്ട് എന്തല്ലോ പറയുന്നുണ്ട് എന്നുള്ളതെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ അതുപോലും ചെയ്യില്ല. ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. അപ്പം പറഞ്ഞു വന്നത്, ഈ പുതുമക്കാരോട് ഇന്ന് എനിക്ക് ആ അപ്രോച്ച് എല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബൈ എക്സ്പീരിയൻസ് തന്നെയാണ്. പലരോടും പല വിധത്തിലും നമ്മളെ ട്രഡീഷൻ എല്ലാം പറയുമ്പോൾ തന്നെ പറയും 15 വർഷം പല എക്സ്പീരിയൻസ് വഴി വന്നതെന്ന്. അതേപോലെ തന്നെ പടികൾ, പ്രാർത്ഥന, ഈ ഇത്, ആമുഖം, ഇതൊന്നും ഇനി ഇഷ്ടപ്പെട്ടാൽ പോലും അടുത്ത സ്റ്റെപ്പ് ആ പടികൾ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസാ പറയും. പടികളില് ആകെ എന്താ പറയാ, ചില കാര്യങ്ങൾ, ചില വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ക്ലിക്കാവും. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനൻ, ആ വേർഡ് എനിക്ക് നന്നായി. ഐ എം പവർലെസ് ഓവർ ആൽക്കഹോൾ. ഞാൻ ഇങ്ങനെ പെണ്ണുങ്ങൾ 4 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ളതാണ്, ഐ എം എൻ ആൽക്കഹോളിക്, ഐ എം പവർലെസ് ഓവർ ആൽക്കഹോൾ ഭയങ്കര അടിച്ചുവിടും. ഇങ്ങനെയല്ല ഉള്ളത്, അറിഞ്ഞത് കുറച്ചെങ്കിലും. അപ്പൊ അതൊരു സ്റ്റൈലായിട്ടുണ്ട്. മാത്രമല്ല എന്റെ പവർലെസ്നെസ് ഞാൻ ഒരു ശക്തിന്റെ മുമ്പിൽ സമ്മതിക്കുന്ന ഈ പവർ, ഈ ഇവിടെ ഒരു സുഹൃത്ത് പറയും, നമുക്ക് വില്ലിങ്നെസ്സും മേലത്തെ ആ പവറും, അത് രണ്ടും കൂടി നമുക്ക് വെൽ പവർ വരുന്ന പറഞ്ഞു. ഇതെല്ലാം ഏതിലും കൂടെ കിട്ടിയ വാക്കുകളാണ്. ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ വില്ല് നമ്മളെടുത്തും പവർ ദൈവത്തിന്റെ അടുത്തും, ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ നമുക്ക് വിൽ പവർ വരുന്നു. എത്ര നല്ല വാക്കുകളാ. അപ്പോ എന്നോട് ഇവിടെ ഈ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനർ 12 പടിയില് ഇവരെല്ലാം ഡെയിലി വായിക്കുന്നുണ്ട്. എന്റെ കാതിൽ പോയ, നേരത്തെ പറഞ്ഞില്ലേ, ഈയങ്കാച്ചൂത്ത് ആ കാതിലേക്ക് പോയ വാക്ക് ഈ വാക്കാണ്, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനർ. എന്റെ മുമ്പിൽ വേറെ ദൈവമൊന്നും ശക്തിയായിട്ടൊന്നുമില്ല. ദൈവം എനിക്ക് വേലക്കാരനാണ്, എനിക്ക് പൈസ തരുന്ന ആളാണ്, അല്ലെ എൻ്റെ മക്കൾക്ക് പഠിപ്പ് കൊടുക്കുന്ന ആളാണ്, അല്ലെ എൻ്റെ ഭാര്യക്ക് ജീവൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ അഴക് കൊടുക്കുന്ന, എന്തെങ്കിലും കൊടുക്കുന്ന ഒരാളാണ്. അത് ATM കൗണ്ടർ, എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു സത്തുണബ, ഈ ഇതുപോലത്തെ നല്ല ഡയറ്റ് എടുക്കുന്ന അങ്ങനത്തെ ഉള്ള ഒരാളായിട്ടാണ് ദൈവസങ്കല്പം. അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന അതായത് ഗോഡ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് എന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാക്കിയ ദൈവം നേരത്തെ ഇങ്ങനെയായിരുന്നു. ഞാൻ കാര്യത്തിന് വേണ്ടി പോലീസുകാരനെ കാണുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് വെക്കുന്ന കഥയായിരുന്നു ഞാൻ ദൈവവിശ്വാസം. എനിക്ക് എന്തെങ്കിലും കുത്തുന്നു കുടയുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവമേ നീട്ടി വിളിക്കും. എനിക്ക് നല്ല സൗകര്യമായിട്ട് AC റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ഏത് ദൈവം പോയി പണി നോക്കാൻ പറയുന്ന ആളാ. അപ്പം ഇവിടെ വന്ന് ദൈവത്തിനെ അംഗീകരിക്കാൻ പറ്റാത്ത, എനിക്ക് നിരീശ്വരവാദിയൊന്നല്ല ഞാൻ. എനിക്ക് ഒന്നിലും ഒരു കൺസെപ്റ്റ് ഇല്ല. ആകെ ഉള്ളത് കുടിക്കണം, മോശമായി ജീവിക്കണം, ഇതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്ക് വേണ്ടി സമ്പാദിക്കണം, വീടെടുക്കണം. വേറെ ഒറ്റ മോനായണ്ട സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ്, ഞാൻ എന്നുള്ളത് അധികമായിട്ടേ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ മോളെല്ലാം പറയും, എന്ത് കാര്യത്തിന് അദ്ദേഹത്തിന്റെ കാര്യം, ഇരിക്കുന്ന ഇരിപ്പിടം പോലും, TV മുമ്പിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ 4 പേര് ഈ സൈഡിലുള്ള കോർണറിലുള്ള ഏരിയയിലെല്ലാം എൻ്റെ മക്കളും ഭാര്യയായിരിക്കും. ഞാൻ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, നിങ്ങളെല്ലാം ചെയ്യുന്ന കാര്യമാണെന്നറിയില്ല, എനിക്ക് വേണ്ടി എൻ്റെ മൂത്ത മോളെ ഒഴിഞ്ഞു തരൂല, അവൾ അവിടെ തന്നെ ഇരിക്കും. എൻ്റെ ഭാര്യ പറയും, പാവരി അച്ഛൻ ഇരുന്നോട്ടെ, നീ അമ്മനെ കൊണ്ടാണ് അച്ഛൻ ഇത്ര ചീത്തയാകുന്നത്. ഇതിനെ സാധാരണ. അപ്പോ ഈ പറയുന്ന ഈ കാര്യങ്ങൾ നേരത്തെ നമ്മൾ രാജേഷ് നമ്മളെല്ലാം വായിച്ചപ്പോൾ ഈ പടികളും പാരമ്പര്യം എല്ലാം എൻ്റെ കാതിലേക്ക് ശരിക്കും ഒളിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അപ്പൊ ഇന്ന് 3-ാം പാരമ്പര്യത്തിന്റെ നിന്ന് നമ്മൾ ആള് പറഞ്ഞപ്പം വീണ്ടും ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞു. കാരണം മദ്യപാനം നിർത്തണമെന്ന എത്ര എളിമയായിട്ട് ആണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മദ്യപാനം നിർത്തണം എന്നുള്ള
ദ ഹോണസ്റ്റ് ഡിസയർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ആ ഹോണസ്റ്റ് പോലും എടുത്തു കളഞ്ഞ്. എന്തിനാണെന്നറിയോ? സുരേഷ് വരൂല. ഹോണസ്റ്റ് വെച്ചാൽ സുരേഷ് ഉള്ളിൽ വരൂലായിരുന്നു. സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ മദ്യം നിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്ന ഒരാളല്ല. എൻ്റെ ഭാര്യൻ്റെ ഫോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട്, ഭാര്യൻ്റെ ഫോഴ്സ് കൊണ്ട് പോലും ഞാൻ വരൂല. അങ്ങനെയാണെങ്കിൽ ഭാര്യ പലപ്പോഴും പല വിധത്തിൽ എന്നെ പൂട്ടിയിട്ടിരിക്കുന്നു. എന്നാ നിർത്തണ്ടേ? 3 ദിവസം കഴിഞ്ഞിട്ട് പോയി കുടിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ ഭാര്യനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അവളോടുള്ള പേടിയോ ഒന്നുമില്ല എനിക്ക്. എനിക്ക് കുടിക്കാൻ വയ്യ, ഒന്ന്. രണ്ടാമത്തെ, കഞ്ഞി ഇത് കുടിക്കണ്ടേ? 2 മക്കളെ പോറ്റണ്ടേ? സമൂഹത്തിൽ എല്ലാവരും മക്കൾക്ക് എഞ്ചിനീയറിംഗ് സീറ്റ് വാങ്ങുന്നുണ്ട്, എല്ലാം വാങ്ങുന്നുണ്ട്. ഞാൻ മക്കളെ പഠിപ്പിക്കാതിന്റെ മദ്യപിക്കുന്ന ഒരു കാലത്ത് എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വെറുതെ പേടിപ്പിക്കും. നീ നല്ലോണം കുറെ പൊന്നെല്ലാം വാങ്ങി ഒരുത്തിനെ കെട്ടിയിട്ട് വന്ന് അവളെ പൊന്നെല്ലാം കാലിയാക്കി, ഇപ്പൊ 2 പെൺകുട്ടികളാണ് നിനക്ക്, നീ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാന്നാ ചോദിച്ചത് എൻ്റെ സാധാരണ സുഹൃത്തുക്കള്. നല്ല ഇതിൽ ചോദിക്കുന്നവര്. കാരണം സാധാരണ രീതിയിൽ ഇവള് പഠിക്കൂല, ഇവര് നിന്റെ മദ്യപാനം കൊണ്ട് അവരെ ജീവിതം വഴിമുട്ടി പോകുമ്പം ആർക്കെങ്കിലും കൈ പിടിച്ചു കൊടുക്കണം, നിനക്ക് എന്തെങ്കിലും വേണ്ടേ? PF കാലി, ഇടക്ക് മരിക്കുന്ന രീതിയിലുള്ള കുടിയായപ്പം ഭാര്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മരിച്ചാൽ നീ LIC ഉണ്ട്, 7 ലക്ഷം ഉറുപ്പ്യ, 10 പൈസ കിട്ടൂല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൗത്ത് സൈഡിൽ നമ്മളൊരു മീറ്റിങ്ങിന് പോയപ്പം അവിടെ ഒരു LICന്റെ ഒരു ഡെവലപ്മെന്റ് ഓഫീസർ വന്ന് പറഞ്ഞ, ബാക്കി എന്ത് കേസാണെങ്കിലും LIC ക്ലെയിം ചെയ്യാൻ പറ്റും. മദ്യത്തിൻ്റെ ആക്സിഡന്റോ മറ്റുള്ള സൂയിസൈഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ LIC ക്ലെയിം കിട്ടൂല എന്നാ പറയുന്നത്. ഇത് കിട്ടൂല, അതെല്ലാം നെഗറ്റിവിറ്റി ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യം, 7 ലക്ഷം ഉറുപ്പ്യ LIC പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേരും. 100 രൂപക്ക് ചേരും. 100 രൂപ 150 രൂപ അവർ ആ ടേംസിന് ഈ മാർച്ച് ഏപ്രിൽ നിങ്ങൾക്കുള്ള അതിന്റെ ടച്ച് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്കാണെങ്കിൽ സാലറി റിക്കവർ ചെയ്യാം. ഞാൻ കയ്യിൽ നിന്നൊന്നും കെട്ടേണ്ട ആവശ്യമില്ല, അവർക്ക് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്താൽ മതി അക്കൗണ്ട് സെന്ററിൽ. അതുകൊണ്ട് തന്നെ നിറയെ പേര് വന്ന് അപ്രോച്ച് ചെയ്തിട്ട് അന്നത്തെ കുടി നടക്കും. കുടി നടന്നിട്ട് ഒരു കൊല്ലത്തോളം അറിയാതെ പിടിച്ചു പോകും. LIC കുറെ പിടിക്കുന്നുണ്ട്, ശമ്പളം അത്ര ഉണ്ടാവില്ല, അതിൽ കൂടുതൽ LIC പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 10 മാസം അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞാൽ LIC ലോൺ ഇടാം. 10 മാസം 12 മാസം കൊണ്ട് 100 രൂപ പ്രീമിയം കെട്ടിയ 1200 രൂപ വന്നിട്ടുണ്ടാവുള്ളൂ. 1200 രൂപയിൽ 900 രൂപ അല്ലെങ്കിൽ 1000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ, അതിൽ 100 200 നീ എടുത്തോ, ഏജന്റിനോട് പറയാ, ആ ചെക്ക് തരാം, ചെക്ക് റെഡിയാക്കി ഇതുകൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് വേറെ കളക്ഷനായി പിറ്റത്തെ ദിവസമല്ല. ഇപ്പോഴാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബാങ്കിൽ തന്നെ ഇങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് ഷോർട്ട് കട്ടെല്ലാം വന്നത്. നേരത്തെ ഇത് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് എന്നിട്ട് വേണം ഞാൻ എടുക്കാനെല്ലാം. അതിനും പല ഷോർട്ട് കട്ട്. ഞാൻ ഈ ബാങ്കിൽ കിട്ടുന്നതിനെക്കാട്ടി മുമ്പ് ഏജന്റിന്റെ അടുത്ത് തന്നെ പൈസ കുടിക്കാനാ. ഈ സംഗതിയാണ് ഭാര്യനോട് പറയുന്നത്, കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരെ മോഹിപ്പിച്ചിരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞു വന്ന എന്തോ മാറി. ഇപ്പൊ സാമ്പത്തികമായി എല്ലാ അതപ്പതന്നെ ഉള്ള എനിക്ക് ഏല് വന്നപ്പം ഈ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനൻ എന്ന് പറഞ്ഞപ്പം അത് അംഗീകരിക്കാൻ പറ്റി. രണ്ടാമത്തത്, അവർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മീറ്റിങ്ങുകളിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ കടം പ്രശ്നം. എന്നെ പലിശക്കാരൻ അങ്ങനെ ആക്കി, എൻ്റെ ഭാര്യനെ ചീത്ത പറഞ്ഞ് എനിക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റുന്നില്ല. ഈ പൊളമ്പൽ എന്നാ പറയാറ്. ഈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞ റിപ്പീറ്റഡ്ലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സീനിയർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നിങ്ങൾ പേടിച്ചിട്ട് ഇങ്ങനെ ഈ പലിശക്കാരനുണ്ട് മറ്റവരുണ്ട് എന്നൊന്നും പേടിച്ചിട്ട് ഈ മീറ്റിങ്ങിന് വരാതിരുന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കുടിക്കാൻ പോകുന്നത് ഉറപ്പാണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ജോലിക്കും പോകാൻ പറ്റില്ല, മരിച്ചു പോവും. ആ ഫാമിലി ഇന്ന് അനുഭവിക്കുന്ന ഒരു സുഖവും സന്തോഷവും വീണ്ടും നിങ്ങൾ കാരണം തന്നെ അത് ഇല്ലാതാവും. അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ കടങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഇതെല്ലാം ശരിയാവുന്നുള്ള ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പിരിഞ്ഞു പോയി. അല്ലെങ്കിൽ ചെന്നൈയിൽ ഒരു സോളം എന്ന് പറഞ്ഞിട്ട് ഒരാള്, അയാള് നൈറ്റ് വിജിൽ ചെയ്യുന്നോണ്ട് പേര് പറയാം, അനോണിമിറ്റി നിങ്ങൾക്ക്. അദ്ദേഹം ഒരു പുതുമക്കാരൻ വന്നപ്പം പുതുമക്കാരൻ അയാളോട് പറഞ്ഞു, എനിക്ക് കല്യാണം ആയിട്ടില്ല, ഒരു പെണ്ണിനെ നോക്കിയിട്ട്. അപ്പൊ ആദ്യമായിട്ട് അതൊന്നും പറ്റില്ലേ, അങ്ങനൊന്നും ചെയ്തു തരില്ല എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ നോക്കാം, നിങ്ങൾ വാ, തുടർന്ന് വാ എന്ന് പറഞ്ഞ്. അതേ 6 മാസം വന്ന്. 6 മാസം കഴിഞ്ഞപ്പം ഈ സോളം എന്ന് പറഞ്ഞ ആളോട്, സാർ ഞാൻ 6 മാസമായിട്ട് വന്ന് ആ പെണ്ണ് നോക്കുന്ന കാര്യം
അയ്യോ, ഇത് ഇവനോട് പറഞ്ഞത് മോശമായിപ്പോ. നീ ഒരു കൊല്ലം വാ, നമുക്ക് നോക്കാം. ഒരു കൊല്ലം ടോക്കൺ വാങ്ങുമ്പോ അയാളെ വിളിച്ച് ടോക്കൺ അല്ല അയാളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് പുറത്തു പോകുമ്പം അയാളോട് പറഞ്ഞു, സാറേ ഞാൻ ഒരു കൊല്ലായി ആ പെണ്ണും നോക്കുന്ന കാര്യം. അപ്പൊ ഈ വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. പുതുമക്കാര് വരുമ്പോ ജോലി വാങ്ങിത്തരാ, അല്ലെ ഭാര്യയായിട്ടുള്ള അടി തീർത്തിത്തരാ. ഇന്നലെ ഒരാൾ പറഞ്ഞിരുന്നു, ഫോണ് അയാള് ഫോണ് ചെയ്തിട്ട് കാരൻ്റെ അടുത്ത് എൻ്റെ അമ്മനോട് കുറച്ച് പറയും നിങ്ങൾ കാര്യങ്ങൾ, എന്നെ കുറച്ച് പരിഗണിക്കാൻ. എന്ത്, ഇവൻ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കണോ? എന്നിട്ട് ഇവൻ ജോലിക്ക് പോവില്ല, കറങ്ങി കളിക്കുക. അപ്പം ഇവനൊരു രോഗിയാണ്, നിങ്ങൾ അവനെ കൈകാര്യം, അതായത് ഒന്നും പറയരുത് എന്ന് പറയാൻ വേണ്ടി കാരെ കൂട്ടുപിടിക്കുന്നു. കാരൻ പറഞ്ഞ അങ്ങനത്തെ പണിയൊന്നും എനിക്കറിയില്ല, നീ ജോലി ചെയ്യണം, അമ്മ പറയുന്ന പോലെ കേൾക്കണം, അതിനാണ് നീ കുടി നിർത്തിയിട്ട് വരുന്നത്. എല്ലാവരും ഞാൻ പറയുന്ന പോലെ കേൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഡൂൺസ് ആൻഡ് ഡോൺസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഫോംലെറ്റും എല്ലാം ഉണ്ട്. എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല സ്ട്രൈറ്റ് ആയിട്ട് പറയണം. നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ഒന്നും ഞാൻ കുറെ കാലം വന്നത് ഇവര് ഈ സ്പോൺസർ എന്നെല്ലാം പറഞ്ഞപ്പോ ഞാൻ തെറ്റിദ്ധാരണയില് പൈസ തരുമായിരിക്കും. കാരണം ഞാൻ ഈ കടത്തിന്റെ പ്രശ്നമെല്ലാം റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാര്യം തന്നെ, സോറി, പറഞ്ഞതിന്റെ കാര്യം തന്നെ, ഞങ്ങൾ ആ ഗ്രൂപ്പില് ഒരു സ്വർണ്ണക്കടക്കാരൻ വരും. അദ്ദേഹം സ്വർണത്തിന്റെ സ്വന്തമായിട്ട് കടവെച്ച് ഒരാള്. ഈ കുടിക്ക് മുമ്പിൽ ശക്തിഹീനരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർണ്ണക്കടക്കാരനാണോ, അല്ലെങ്കിൽ BA പഠിച്ചവനാണോ, MA ലിറ്ററേച്ചർ ആണോ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണോ, അല്ലെ പോലീസുകാരനാണോ, ഒരു വിവേചനവും ഇല്ല അതിന്. അത് ചെയ്യേണ്ട പണി അത് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയും എല്ലാവർക്കും അമേരിക്കയിൽ കുടിച്ചാലും അംജിക്കരയിൽ കുടിച്ചാലും സംഗതി മദ്യാസക്തനാണെങ്കിൽ കാണിക്കുന്നതെല്ലാം സെയിം ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ഈ സ്വർണ്ണക്കടക്കാരൻ സ്വന്തം കാറിൽ നല്ല മോതിരവും ചെയിനിലിട്ട് വരുമ്പം ഞാൻ അദ്ദേഹത്തെ ഏകദേശം ഫോക്കസ് ചെയ്ത് ഇയാൾ പൈസ തരുമായിരിക്കും, നമ്മൾ വാങ്ങിയിട്ട് ഞാൻ എപ്പോൾ തിരിച്ചു കൊടുക്കുന്നു ഓഫർ ചെയ്തിട്ടാ വാങ്ങാം. പക്ഷെ ഒരിക്കലും തിരിച്ചു കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ജീവിതം ജീവിച്ച എനിക്കിവിടെ ഒരു 7ാം പാരമ്പര്യം പറഞ്ഞിട്ട്, മോനെ പൈസ പിള്ള 10 20 ഉള്ളത് ഇട്, നീ ഇട്ടിട്ടില്ലെങ്കിലും സാരില്ല, ആദ്യത്തെ ഇതിൽ എനിക്ക് ഞങ്ങൾ ചായ വാങ്ങിത്തരും, പക്ഷേ ഇത് നമ്മളെ പൈസ കൊണ്ട് മാത്രം നമ്മൾ നടത്തുന്ന തന്മാനത്തോടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് തരുന്നവർ. ആ പുതുമക്കാരന് ഇത് നിന്റെ പ്രോഗ്രാമാണ്, ഇത് നീ മറ്റുള്ളവർക്ക് വേണ്ടി വരുന്ന സ്ഥലമല്ല, നിന്റെ പൈസ ഇട്ടിട്ട് നീ എന്നെ ചായ കുടിക്കണം എന്നുള്ള പഠിപ്പിച്ചു കൊടുക്കുന്ന ആദ്യത്തെ ഇത്. അതാ പറയുന്നത്, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു, എന്താ പറയുന്നത്, യൂണിവേഴ്സിറ്റി എന്നാ പറയുന്നത് എല്ലാവരും, അത്രത്തോളം പാഠങ്ങൾ. അപ്പൊ പുതുമക്കാരനോട് ആദ്യമായിട്ട് പറയേണ്ട കാര്യം ദൈവോധം എന്നല്ല, ഈ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ നീയും നിന്റെ കുടുംബവും നന്നായി പോവും. അത് കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്ന്. രണ്ടാമത്തത്, നീ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ പറയുന്ന നിന്റെ എന്ത് അന്തരംഗം പറഞ്ഞാൽ ഇത് പുറത്തേക്ക് പോവില്ല. മൂന്നാമത്തെ കാര്യം, നിന്നെക്കാൾ ഒരു ശക്തി ഉണ്ട് എന്നുള്ള അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അത് നീ ഗുരുവായൂരപ്പനെ എടുത്തോ, ഈശോനെ എടുത്തോ, അള്ളാനെ എടുത്തോ, അല്ലെ അമ്മനെ എടുത്തോ, അച്ഛനെ എടുത്തോ, മേശനെ എടുത്തോ, ഏനെ തന്നെ എടുത്തോ, ആരെ വേണമെങ്കിൽ എടുത്തോ. പക്ഷെ കാരം മാത്രം എടുക്കണ്ട. കാരണം അയാൾ എപ്പാ പോവാന്നുള്ളത് പിന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെയാ പറയാ, ഈ ചില കാര്യങ്ങളിലെല്ലാം പുതുമക്കാരോട്, ഇവിടെ പുതുമക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താന്ന്, 2 ഇന്റർ ഗ്രൂപ്പിന്റെ അടി. അല്ലെങ്കിൽ ഒരു പഴമക്കാരനെ ചെയ്യുന്ന തെറ്റുകൾ വിമർശിക്കുന്ന പുതുമക്കാരൻ, പുതുമ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം വന്നുകൊണ്ടിരിക്കുന്ന ആൾ, എന്നെ പോലത്തെ ആൾക്കാർ മറ്റുള്ള കൂട്ടറെ വിമർശിക്കുക, അല്ലെ കൺവെൻഷനിൽ കൊള്ളയടിച്ചതിന്റെ കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി മറ്റേതാക്കിന്ന്, ഈ കമ്പാരിസൺ, ഈ സംഗതികളെല്ലാം കേട്ട് വരുന്ന ഒരു പുതുമക്കാരൻ, അതും കുടിയനായ ഒരു പുതുമക്കാരൻ, നിർത്തിയിട്ട് ആ മെന്റൽ ഒബ്സഷനിൽ പോവാത്ത ഒരു കുടിയനായിട്ടുള്ള ഒരാള്. ഇന്ന് ഞാനൊന്നും റിക്കവറി ആയിട്ടൊന്നുമില്ല, ഞാനൊന്നും അതുകൊണ്ട് പറയല്ല, എങ്കിലും ആ ഫസ്റ്റ് ഇയറിൽ ആളുകളെല്ലാം എന്തായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് എന്തെങ്കിലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നമ്മൾ അയാളുടെ ഏതെങ്കിലും ഒരു രീതിയിൽ അയാളെ നമ്മൾ, അതാ പറയാം, ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളൊരു പുതുമക്കാരനെ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ സാരില്ല, നിങ്ങൾ മര്യാദയ്ക്ക് പോയി ഇരുന്നിട്ട് ആ നല്ലൊരു ജീവിതം, അത് അട്രാക്ഷൻ, അത് പ്രൊമോഷൻ എന്ന് പറഞ്ഞ പോലെ അത് തന്നെ നല്ലൊരു ഇതാണ്. പക്ഷേ വരുന്ന ആളെ, ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്ന, ഇതെന്താ നീ മുണ്ടുകൊടുത്തിട്ട് വരുന്നത്,
എനിക്ക് നേരത്തെ വന്നൂടെ? ഇവിടെ ഒരു 7:30 മണിക്ക് ഒരു മീറ്റിങ്ങിന്, ഫിസിക്കൽ മീറ്റിംഗ് കോഴിക്കോട്. നല്ലൊരു മീറ്റിംഗ് ആണ്. ഏത് ദിവസം ഏതൊന്നും വേണ്ട, കാരണം ആരെയും കോഴിക്കോടുകാരുണ്ടെങ്കിൽ അതൊരു കേട്ടാവും. ഞാൻ നെയ്വേലിലായിരുന്നു ആ സമയത്ത് വന്നിരുന്നു. ഞാൻ ഇപ്പൊ എല്ലാം ആണ് പ്രയർ ടു പ്രയർ മീറ്റിംഗ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ടീ കടയിൽ നിന്ന് നോക്കും ഇങ്ങനെ, മറ്റേതെല്ലാം വായിച്ചു കഴിഞ്ഞു. പടികളും പാരമ്പര്യം വായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇതെന്തോ ഇത് കേൾക്കുന്ന പോലെ, ഈ പദ്യം കേൾക്കുന്ന പോലെ, ഈ ദൈവ വാഴ്ത്തു എന്നെല്ലാം പാടുന്ന പോലെ. പ്രാർത്ഥന പോലും ഞാനേ ഇതുപോലെയാ പറയാ. എന്നോട് സീനിയറാ പറഞ്ഞ്, പ്രാർത്ഥന എന്തിനാ പറയുന്നതെന്നറിയോ? പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കണ പ്രാർത്ഥന നിർത്തി നിർത്തി പറയുന്നവർ. നിർത്തി നിർത്തി പറഞ്ഞപ്പോ അന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ഫീല്, ദൈവമേ വിളിച്ചു നിർത്ത്, ദൈവം വരട്ടെ, എന്നിട്ട് അടുത്തതിന്റെ പോയാൻ പറ്റില്ല. ദൈവം എപ്പം വരാൻ വേണ്ടിയിട്ട്? ദൈവത്തിന് നന്നായി ഒന്നും കൂടി വിളിക്കുക, എന്നാ പിന്നെ വരും. ദൈവം വരുന്നാ പറഞ്ഞു. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്നു, ധ്യാനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഇതെല്ലാം പറഞ്ഞു തന്നത് എനിക്ക് ഇവിടുന്ന ഞാൻ പോയിട്ട് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേ യൂണിവേഴ്സിറ്റിയിലോ, അതിലെ നേരത്തെ പറയില്ല, 10ാം ക്ലാസ്സിൽ ചാക്കേരി പാസിൽ പാസ്സായവരാ ഞാൻ. 12ാം ക്ലാസ് 7 അറ്റംപ്റ്റ് ഒരു പേപ്പറും കിട്ടാത്ത ആളാ ഞാൻ. അങ്ങനത്തെ പഠിപ്പും അറിവുള്ള എനിക്ക് ബുക്ക് വായിച്ചിട്ടും മറ്റേതൊന്നും ഇല്ല. നേരത്തെ ആ ഡെയിലി റിഫ്ലക്ഷനിൽ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോ ആൾക്കാർ, ഇന്ന് നമ്മളെ മീറ്റിങ്ങിൽ കയറി ജയഗാന്ധി അടക്കം, അത് പുതുമക്കാരനോ പഴമക്കാരനോ. ഒരു തൂത്തുക്കുടിയിൽ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ കുറച്ച് ലേറ്റായി വന്ന ഒരു മീറ്റിങ്ങിൽ, ഒരു പുതുമക്കാരൻ 6 മാസമായിട്ടുള്ളൂ, അവനാ പറഞ്ഞ പ്രയർ ടു പ്രയർ മീറ്റിംഗ് വരണം സാറേ. അതെനിക്ക് ഭയങ്കര ഒരു അവേക്കനായിരുന്നു. അവൻ പറയുമ്പോ പിന്നെ ഞാനത് ചെയ്തേ പറ്റൂ. ഞാൻ അവന് വലിയ ഉപദേശം, മറിച്ചേതാക്ക് പടികൾ ചെയ്യും. നീ ബേസിക്കലുള്ള പ്രയർ ടു പ്രയർ മീറ്റിംഗ് വരാൻ പറ്റുന്നില്ല, നീക്കവിടെ എന്തെങ്കിലും പണിയുണ്ടേ സാരില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീറ്റിങ്ങിൽ ഒരു 7:30 മണിക്ക് ഒരാൾ ലേറ്റായിട്ട് വന്നു. ഒരു പുതുമക്കാരൻ തന്നെയാണ്. ആ പയ്യൻ കഷ്ടപ്പെട്ട് വന്നപ്പം ചെയർപേഴ്സൺ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന നല്ല ഉദ്ദേശത്തോടെ. ഇവിടെ ചില ആൾക്കാർ പൊട്ടിത്തെറിക്കുക, അല്ലെ ചീത്ത പറയുക, അല്ലെങ്കിൽ ഒരു കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞാലേ ചില കൂട്ടർക്ക് മനസ്സിലാവുള്ളൂ. 5 മക്കളെ തീറ്റിക്കുന്ന ഒരു സംഭവം പറയും, ഒരു കഥ. 5 മക്കൾക്ക് ചോറ് വെച്ച് കൊടുക്കുമ്പോൾ മൂത്തവന് ടിഫിനിലും ബോക്സിൽ ഇട്ട് കൊടുത്ത് അവൻ കൊണ്ടുപോയി കഴിച്ചോളും. രണ്ടാമത്തവന് കുറച്ച് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് പകുതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കോളേജിൽ പോകുമ്പോൾ തിന്നും. മൂന്നാമത്തവനെ അടിച്ച് അവിടെ നിന്ന് തിന്നിച്ചിട്ട് അവൻ കൊണ്ടുപോകില്ല, അവന് സ്റ്റൈല് പോരാ ടിഫിൻ. നാലാമത്തവൻ കുത്തി കുത്തി തിന്നിക്കണം. അഞ്ചാമത്തവനെ കിട്ടൂല, കളിക്കാൻ പോയാന് ഒരാളെ കൊണ്ട് പിടിപ്പിച്ച് കുളിപ്പിച്ച് കഴിപ്പിച്ച്. അതുപോലെയാണ് പ്രോഗ്രാം എന്ന് പറയും. എല്ലാവർക്കും ഒരേ രീതിയിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പുതുമക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും പറയുന്നതായിരിക്കും അയാൾക്ക് ക്ലിക്കാ. അതുകൊണ്ട് തന്നെ പറയും, ആരും നിങ്ങളൊന്നും ആരെയും സുരേഷാണ് അല്ലെങ്കിൽ കലീലാണ് അല്ലെങ്കിൽ മറ്റേ ആരും ഇല്ല, അതോറിറ്റി ഇല്ല. ആ നമ്മളെ തത്വങ്ങൾ അടങ്ങിയ 12 തത്വങ്ങൾ അടങ്ങിയ ആ ബുക്കിന്റെ ബലത്തിലാണ് ഞാൻ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും. അപ്പം അതിലുള്ള സംഗതികൾ ഇവരോട് അനുഭവ രീതിയായിട്ട് ഫലിപ്പിച്ചാലേ പറ്റൂ. ആദ്യം ഇതിൽ പറയും, കൈപ്പുള്ള മരുന്നുകളെല്ലാം ഈ ക്യാപ്സൂൾ പരുവത്തിൽ കൊടുക്കുന്ന പോലെയാണ് നമ്മളെ ഷെയറിങ്. കാരണം ഷെയറിങ്ങിൽ ഞാൻ എൻ്റെ ഭാര്യക്ക് താലി വാങ്ങി, ഞാൻ ഇപ്പാണ് 10 സെന്റ് സ്ഥലം വാങ്ങിയത്, ഇപ്പൊ കാറ് വാങ്ങി എന്നെല്ലാം പറഞ്ഞ അവന് കടം കൊണ്ട് പൊറുതി മുട്ടി കുടി നിർത്തിയിട്ട് കഷ്ടപ്പെട്ട് വരുന്നവനായിരിക്കും. അവനോടാണ് ഞാൻ ഈ ഗാംഭീര്യം പറയുന്നത്. അതേ ഇത് ഞാൻ 4 മണിക്ക് എണീച്ച് പച്ചക്കളർ ഛർദിച്ച് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ ഞാൻ വന്ന് റിക്കവർ ആയതിനു ശേഷം നല്ല ദോശ 5 ഇഡ്ഡലിയും കഴിക്കുന്നു എന്ന് പറയുമ്പം അവനത് വിശ്വസിക്കും. കാരണം അവന്റെ അനുഭവം അത്. അപ്പം ഇതെല്ലാം ലളിതമായിരിക്കണം എന്നാ പറഞ്ഞത്. കീപ്പ് ഇറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞത് ഞാൻ ഒറ്റ വേഷ്ടി ഇങ്ങനെ മറ്റേ ഇതിൽ കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ടിട്ട് സാർ സാർ എന്നുള്ള ആക്കിയിട്ടുള്ള പരിപാടി ഒന്നും അല്ല. ജീവിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നന്നായി നീ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യനോട് അടി ചെയ്യാതെ നീ മര്യാദയ്ക്ക് ജീവിച്ചിട്ട് ആ രീതികളെല്ലാം ഇവിടെ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ തന്നെ അതാണ് അട്രാക്ഷൻ. ഞാൻ വിചാരിച്ചു ഞാൻ കാറ് വാങ്ങിയിട്ടില്ല ഇവരെന്നെ മതിക്കുന്നില്ല. ഞാൻ ഈ കാറുകാരെ ബാക്ക് ഓടുന്ന ഒരു പരിപാടി ഉണ്ട്. കുടിക്കുമ്പോൾ അത് തന്നെയാണ്, AC കാറ് AC റൂമും എനിക്ക് വീക്ക്നെസ്സാണ്. അതേപോലെ വന്നതിന് ശേഷം കുടിക്കുന്നില്ല. ഞാൻ AC കാറ് AC റൂമും കിട്ടിയാൽ ആരുടെയും കൂടെ പോയിട്ട് ഇവര് പറയുന്ന ഈ പരിപാടിക്കൊന്നും നിൽക്കാതെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ഞാൻ ഒരാളോട്, ഒരു വലിയൊരു പോസ്റ്റിലുള്ള ഒരാളോട്, കോയമ്പത്തൂർ ഒരാളോട് പറഞ്ഞു,
നിങ്ങൾ ഹെലികോപ്റ്ററിൽ പോയി ലാപ്ടോപ്പ് വെച്ചിട്ടൊന്നും 12 സ്റ്റെപ്പ് ഒന്നും ചെയ്യാൻ പറ്റൂല. അവൻ വാഹനത്ത് പറക്കുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇന്റർനെറ്റിലൊന്നും വെച്ചിട്ടുള്ള സിസ്റ്റത്തൊന്നും വെച്ചിട്ടൊന്നും ആയിരിക്കില്ല കുടിക്കുന്നവൻ. യഥാർത്ഥ കുടിക്കുന്നവൻ ചാക്കടയിലും ചാരായക്കടയിലും ഉണ്ടാവുള്ളൂ. അവിടെ പോയിട്ട് നിങ്ങൾ ഈ ഹൈഫൈ ഒന്നും നടത്തിയിട്ട് ഇതാക്കി. പക്ഷെ അവരവരെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം തന്നെ ആരോ പറഞ്ഞ പോലെ US-ലുള്ളവർ UK-ലുള്ളവരെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ. അപ്പം പറ്റൂല എന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ രീതിയിൽ ഈച്ച് വൺ റീച്ച് വൺ എന്ന് പറയാം. എല്ലാവർക്കും ഒന്നും ഞാൻ ഈ സന്ദേശം കൊടുക്കാനൊന്നും എന്നോട് ദൈവം പറയുന്നുമില്ല. എനിക്ക് കിട്ടിയ ഈ സന്ദേശം നിന്റെ അരികിലുള്ള ഒരു 1-1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിന്റെ ഇതിൽ ഏതെങ്കിലും കഷ്ടപ്പെടുന്ന മധ്യാസക്തർ, ഇന്നിപ്പം കോളനി ഡേ താഴെ എനിക്ക് 2 പ്രൈസെല്ലാം കിട്ടി. അതെല്ലാം വാങ്ങി വാരൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ കഞ്ഞിയും കുടിച്ചിട്ട് ഞാൻ നിങ്ങളെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. താഴെ കുപ്പികളുടെ ബഹള. അവിടെ കുപ്പി, ഇവിടെ കുപ്പി, ഇവിടെ മറ്റേത്. എന്നോട് പറയും പലരും, റിട്ടയറായില്ലേ ഇനിയിപ്പോ വെറുതെ ഭാര്യന്റെ കൂടെ ചീത്ത വെക്കുന്നതിനൊക്കെ ഞങ്ങളെ കൂടെ 2 പെഗ് അടിച്ചിട്ട്. അവർക്കും ഭാര്യന്റെ ചീത്തയെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അവരത് പെർമനന്റ് അല്ല. അവരൊരു ഞായറാഴ്ച ഒരു കോളണ്ടി ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ മാത്രമാണ്. ഞാനിത് തൊട്ടാൽ നാളെ രാവിലെ മുതൽ കോളനിക്കാർ കംപ്ലീറ്റ് ശപിക്കുന്ന രീതിയിലേക്ക് ഞാൻ വരും. എൻ്റെ രോഗത്തിന്റെ അവസ്ഥ അതാണ്. ഇതാണ് ഞാൻ പുതുമക്കാരനോട് പറഞ്ഞു ഫലിപ്പിക്കേണ്ടത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു. ഇന്ന് മദ്യത്തിന്ന് മാറി നിന്നിട്ട് ആ ദൈവത്തിന്റെ കൃപയോടെ ഇന്ന് നല്ലൊരു ജീവിതം കുടുംബത്തോടെ ജീവിക്കുന്നു. ഇത്രയേ ഉള്ളൂ സന്ദേശം. നിങ്ങൾ ബീവറേജ് ഉള്ളിടത്ത് ബീവറേജ് ജോലി ചെയ്യുന്ന ആ സുഹൃത്തിന് ഞാൻ ഇന്നൊരു വേണമെങ്കിൽ ഉണ്ടാവും ഈ മീറ്റിംഗ്. അദ്ദേഹത്തിനോട് ഇനി ബീവറേജിലൊന്നും പോരുത്. ഇനി ബീവറേജ് പോയിട്ട് അവന് അവിടെ ചോറ് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഞാൻ കൊടുക്കുവോ? ഇല്ല, ഏക്കാര് കൊടുക്കുവോ ആരെങ്കിലും? ഇല്ല. അപ്പൊ ഞാൻ അധികവും തമിഴ്നാട്ടിൽ പറയുന്ന ഒരു വീടുണ്ട്. കാരണം അവിടെ ടാസ്മാക്കിൽ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഈ കോവിലില് മണിയടിച്ചിട്ട് ചാരായം കുടിച്ചിട്ട് കഷ്ടപ്പെട്ട് വരുന്ന കൂട്ടരും ഉണ്ടായിരുന്നു. ഈ കഷ്ടപ്പെട്ട് കുടിയിൽ നിന്ന് മാറി നിന്ന് ബീവറേജിലും ടാസ്മാക്കിലും വർക്ക് ചെയ്യുന്ന കൂട്ടരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കോവിൽ മണി അടിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ ഞാനിപ്പോ 10 വർഷം കുടിക്കുന്നില്ല എന്ന് പറയുന്നതിനെക്കാട്ടി ഗ്രേറ്റ് ആണ് ചാരായക്കടയിൽ ജോലി ചെയ്തിട്ട് ഞാൻ 1 വർഷം കുടിക്കുന്നില്ല എന്ന് പറയുന്നത്. 1 വർഷമല്ല, ഇന്ന് 10-15 വർഷം കുടിക്കാതിരിക്കുന്ന കൂട്ടർ എൻ്റെ ഫ്രണ്ട്സായിട്ട് നെയ്വേലിലും പെരുതാചലം പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം പറ്റും. അതാ പറയുന്നത്, ഞാനിതൊരു സാധനം വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റിവെച്ച് ആ എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായി. പ്രോഗ്രാം ഓൾ ഓഫ് എ സഡൻ ഒരു ക്വാർട്ടർ അടിച്ചാൽ കിട്ടുന്നോ, അല്ലെങ്കിൽ കുറച്ച് മദ്യപിച്ച് ഈ ചില കൂട്ടരെല്ലാം പറയുന്നതൊക്കെ ഞാനൊരു ടോക്കൺ പരിപാടിക്ക് വെറുതെ കയറി വന്നതാണ്, എന്നിട്ട് ഞാൻ ഇരുന്നു. ഇന്ന് പല നോൺ ആൽക്കഹോളിക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു സീനിയർ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുന്നു, നിങ്ങൾ ഇതിൽ 4-ാം പടിയും 10-ാം പടിയും പൂർണ്ണമായും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാലിൽ ഞാൻ വീഴാന്ന് പറയുന്നു. കാരണം അതിൽ അത്രത്തോളം അർത്ഥം അടങ്ങിയിരിക്കുന്നതാണ്. കാരണം എൻ്റെ തെറ്റുകള് ഞാൻ തന്നെ ക്രമീകരിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ തെറ്റിന്റെ കാരണം, എന്നിലുള്ള വൈകൃതങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഇത്രത്തോളം ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഡെപ്തായിട്ട്. കാരണം ആ ചെയ്തിട്ട് അതോടെ തീർന്നില്ല. 10-ാം പടിയിൽ വീണ്ടും വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡെയിലി തെറ്റ് ചെയ്യാൻ അർഹനായ ആളാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും പൊട്ടത്തരം എന്തെങ്കിലും ചെയ്യും. ഒന്നും ഫിസിക്കലായി ചെയ്തില്ലേ ഞാൻ പൊട്ടത്തരം പിടിച്ചു പറയുകയും ചെയ്യും. ഈ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്യാതിരിക്കാനാണ് നമ്മളെ പടികൾ നിർദ്ദേശിക്കുന്നത്. ഈ പടികളും പാരമ്പര്യമെല്ലാം പുതിയതായിട്ട് വരുന്ന ഒരാളോട് നിർദ്ദേശിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ പോലും അംഗീകരിക്കൂല. അള്ള മോനെ, നമ്മൾ കുടിക്കണമെങ്കിൽ 100 രൂപ വാങ്ങി കട്ട ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി കുടിച്ച് സൈഡിൽ പോയി കിടക്കാം. ഇവര് വലിയ ആത്മീയതയും മറ്റേതോ പറയുന്നത്. ഇത് നമുക്ക് ശരിയാവില്ല. നമ്മൾ 5-ാം ചാപ്റ്റർ വായിക്കുമ്പം ഇതെങ്ങനെ പ്രവർത്തിക്കും, എന്തൊരു രീതി, അങ്ങനെ ഒരു വേർഡ് ഉണ്ട്. അതായത് ഞാൻ ഈ ആദ്യമായിട്ട് വരുന്ന ആളോട് ഇതെല്ലാം കൂടെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അയാളെ തിരിച്ചയക്കുന്ന രീതിയല്ല പറയുന്നത്. വളരെ ലളിതമായ രീതിയിൽ ഈ തമിഴിൽ പറഞ്ഞ ആ ഒരു വേർഡ് ഞാൻ കടമെടുക്കുക, വാഴപ്പഴത്തിൽ ഊസി. കാരണം നല്ല പഴുത്ത പഴത്തിലെ സൂചി ഇങ്ങനെ കുത്തിക്കയറ്റുന്ന ഈസി ആയിട്ട് പോകും. ആ രീതിയാ നമ്മൾ എടുക്കണ്ടെന്നാ പറഞ്ഞു പുതിയതായിട്ട് വരുന്നവരോട്. ഞാനിപ്പോ എല്ലാം ആരോടും അവന്റെ വഴിക്ക് വിടുന്നാ പറഞ്ഞ്.
അല്ല ഞാൻ ഈ കടിച്ചു തൂങ്ങി അവന് കടിച്ചാ പൊട്ടാത്ത സാഹിത്യ വാക്കുകളെല്ലാം കൂടെ പടിയും പാരമ്പര്യം നമ്മളെ ഈ ഏലുള്ള പല വാക്കുകൾ പോലും അവന് ഇത് ചെയ്യാൻ പറ്റില്ല. അതിന് അയാൾ ഒരു അമിത മദ്യപാനാസക്ത രോഗിയാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ ഈ ധാരണ രോഗത്തിന്റെ പ്രതീക്ഷാരഹിതമായ ലക്ഷണങ്ങളെ പറ്റി അയാളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എന്റെ കൊണ്ടിരിക്കാൻ വേണ്ടി. അതില്ലാതെ അതേ ചാപ്റ്റർ മറ്റുള്ള പ്രവർത്തനത്തിലുള്ള ആ ഇതിലാണ് നന്നായിട്ട് അതെല്ലാം നമ്മളെ ബിഗ് ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാനിതെല്ലാം സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് കഴിയുകയും ചെയ്യുന്ന തരത്തിൽപ്പെട്ട ഒരു അമിത മദ്യപാന രോഗിക്ക് സാധാരണ അർത്ഥത്തിലുള്ള ഒരു ഔദാര്യത്തിന്റെ ആവശ്യമോ ആവശ്യകതയോ വേണ്ടി വരില്ല. ശരിയായ രീതിയിൽ ആഗ്രഹിച്ചു വരുന്ന കൂട്ടർക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അവരെ രീതികൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒരു സീനിയർ പറയും 2 ലക്ഷം പേർക്ക് ഈ മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ 2000 പേരെ വരാൻ ശ്രമിക്കുള്ളൂ. അതിൽ 200 പേരെ വരുള്ളൂ. 200 പേരിൽ 20 പേരെ ഇരിക്കുള്ളൂ മീറ്റിങ്ങിൽ. അതിൽ 2 പേർക്ക് ഈ പ്രോഗ്രാം കിട്ടും എന്ന് പറയും. ആ 2-ൽ ഒന്നാക്കാൻ ദൈവമേ എനിക്കൊരു പ്രാപ്തി തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറയും എന്റെ സ്പോൺസർ എന്നോട്. അത്രത്തോളം ടഫായത്. ഇത് ഈസി പരിപാടി ഒന്നല്ല. ഈ പ്രോഗ്രാം ശരിക്കും, അതായത് വി ആർ നോട്ട് ഗോഡ്, വി ആർ നോട്ട് പെർഫെക്റ്റ് അബ്സല്യൂട്ട്, വി ആർ നോട്ട് പെർഫെക്റ്റ് എന്ന് പറയും. വി ആർ പ്രോഗ്രസ്. കേൾക്കുന്നില്ലല്ലോ. അയ്യോ, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേൾക്കാവോ? എനിക്ക് കേൾക്കാലോ, എനിക്ക് കേൾക്കാലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ ഓക്കെ. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, മറ്റേ സുരേഷേട്ടൻ പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? അപ്പൊ എനിക്കും നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇടക്കിടക്ക് റെക്കോർഡ് ഇൻ പ്രോഗ്രസ് എന്ന് വരുന്നുണ്ട്. അപ്പോ ഈ പുതുമക്കാരോടുള്ള ഈ മൂർച്ചയുള്ള എന്ന് പറയും ഈ പ്രോഗ്രാം. ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് നല്ല രീതിയിൽ ഇതിനു വേണ്ടിയാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ 3ാമത്തെ പാരമ്പര്യമാണ് മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രം മതി എയിലേക്ക് വരാനുള്ള അവന്റെ ഒരേ ഒരു യോഗ്യത. നമ്മളെ 12ാം പടി പറയുന്നത് 11 പടിയിൽ നിന്നും കിട്ടിയ ഒരു ആത്മീയ ഉണർവിന്റെ ബലത്തിൽ, അല്ലെങ്കിൽ ആ ആത്മീയ ഉണർവ്, ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെ അവേക്ക്നെസ്, അതിൽ നിന്നാണ് നീ ആ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പ്യുവറായിട്ടും ക്ലാരിറ്റിയോടെയും ഇൻസാനിറ്റിയോടെ ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായി വരും. സത്യസന്ധനായിരിക്കണം, പ്രോഗ്രാമിൽ കൂടെ പോകണം, എനിക്കൊരു സ്പോൺസർ ഉണ്ടാകണം, ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഹോം ഗ്രൂപ്പിന്റെ സഹായത്തോടെ ആൾക്കാരെ എല്ലാം കൂട്ടിയിട്ട് മാത്രമേ ഒരു 12ാം പടി പ്രവർത്തനത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നതിന്റെ കാര്യം തന്നെ അവനൊരു രോഗിയാണ്, നീയും ഒരു രോഗിയാണ്. അപ്പൊ ഈ സന്ദേശം കൊടുക്കുന്നത് ലളിതമായ രീതിയിൽ, നല്ല രീതിയിൽ. ഞാനൊരു 12ാം പടിക്ക് ഒരു സ്ഥലത്ത് പോയി, തമിഴ്നാട് തന്നെ. ഞങ്ങൾ ആ കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊരു കാറിലാ പോയെ. അതൊരു പടക്ക കമ്പനിയുടെ ഒരു മുതലാളിയായിരുന്നു. അയാൾ വളരെ സഫേർഡ് ആൽക്കഹോളിക് തന്നെയായിരുന്നു. ഞാൻ അവിടെ പോയപ്പോ എന്റെ മക്കളെ വീമ്പും കാര്യങ്ങളിലും പറയാൻ തുടങ്ങി. ഭയങ്കര സീനിയർ എന്നെ കാലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടി. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. പുറത്ത് വന്നപ്പോ ഞാൻ അവര് ചായ നിന്ന് കുടിച്ച് ഞങ്ങൾ പുറത്ത് വന്നപ്പോ ഞാൻ മൂത്ത സഹോദരൻ സാഹചര്യങ്ങളും ഫസ്റ്റ് സ്പോൺസർ ഒരു പടികൾ ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ പോയ ഒരാള് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ 1ാം പടിയിൽ ഭാഗ്യത്തിന് നല്ല മനുഷ്യനയച്ചില്ല. ബാക്കിയുള്ളത് നിന്റെ അപ്പം ചെയ്യുമെന്ന് ചോദിച്ചില്ല. അങ്ങനെ ആ ചെയ്ത എന്നോട് അയാൾ പടികളെ കുറിച്ച് ബിഗ് ബുക്ക് വെച്ച് നന്നായി പറഞ്ഞു തന്നിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അയാളോടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് 3 പടികളെ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ അതേ വേണ്ട. ഈ 3 പടികളെ കാര്യം എന്താന്ന് ചോദിച്ചാല് 3 പടി ഈസി. എന്തെങ്കിലും വൈദ്യസഹായോ അല്ലെങ്കിൽ ഏയുടെ സഹായം എന്തെങ്കിലും കൊടുത്തിട്ട് അയാളെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്ത് ഞാനിത് കേൾക്കുന്നുണ്ട്. എന്റെ സുരേഷേട്ടോ റേഞ്ച് കുറവാണ്, സുരേഷേട്ട സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നു. പറഞ്ഞത് ഇയാള് എന്റെ സീനിയർ ആണ്. ഇയാൾ എനിക്ക് പടികൾ പ്രാക്ടീസ്. ഇപ്പൊ കേക്കാവോ? ഞാൻ വൈഫൈ കട്ട് ചെയ്തു. ഇപ്പൊ കേക്കാവോ നന്നായിട്ട്? ഇപ്പൊ കേൾക്കാം. ആ ഓക്കെ ഓക്കെ. വൈഫൈ കട്ട് ചെയ്ത് എന്റെ. അപ്പൊ ഞാന് എന്റെ സ്പോൺസറോട് ഞാൻ ചോദിച്ചല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നില്ലേ? അതൊരു 12ാം പടി പ്രവർത്തനം വേണ്ടിയല്ലേ, ഒരാളെ സഹായിക്കാനല്ലേ? നമുക്ക് ഇപ്പൊ തന്നെ പോയിക്കൂടെ അയാളുടെ അടുത്തേക്ക്? എന്നിട്ട് നമുക്ക് അയാളോട് ഈ മെസ്സേജ് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പം അയാള് സീനിയർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിനക്കോ അല്ലെങ്കിൽ എനിക്കോ ഈ കുടിക്കുന്ന ആളെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇനി ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാ നമ്പർ തന്നത്, എന്തിനാ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അപ്പം ആദ്യമായി ഒരു വീട്ടിലേക്കോ ഇപ്പൊ കേൾക്കാം ജോളി ചേട്ടാ, ഇപ്പോൾ കേൾക്കാം. അപ്പൊ ഈ ഇപ്പൊ കേൾക്കുന്നുണ്ടാ? അല്ലെ പിന്നെയും പ്രോബ്ലം ആയ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നീ പോയി ഒരിടത്ത് പോയി ഈ മദ്യപാനം നിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് നമ്മളായിട്ട് എയിലേക്ക് കടന്നു വരുന്നതല്ല. എയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരാളെ ആ പ്രോഗ്രാം പറയാൻ വേണ്ടി നമ്മൾ പോകുമ്പം ആദ്യം ചോദിക്കുന്ന ചോദ്യം, ചിലപ്പോൾ അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരെയും പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മൾ പോവുക. ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ആരാ അയച്ചതെന്നാ ചോദിക്കുക. അപ്പൊ എന്നുള്ള ഒരു ഇതെല്ലാം ഇന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നേരത്തെ കാലങ്ങളിലൊന്നും അത് വലിയ ഒരു മാനക്കേടായിട്ട് പോലും വിചാരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. മദ്യപിച്ച് ഭാര്യ വീട്ടിന്റെ മുമ്പിലോ അല്ലെങ്കിൽ റോഡിലോ കിടക്കുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഭാര്യ വീട്ടിന്റെ അടുത്താ, ആൾക്കാരെ അറിഞ്ഞു പോവും, അതെല്ലാം ഒരു മാനക്കേടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ചോദിക്കുന്ന ഒരാളോട് നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. കാരണം അയാളോട് പോയിട്ട് നേരെ ഞാൻ നിങ്ങളെ ഭാര്യയാണ് വരാൻ പറഞ്ഞതെന്ന് സത്യസന്ധമായി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലേ അയാൾ അടിച്ചു കൊന്നുകളി അല്ലെങ്കിൽ ഡൈവേഴ്സിന് കൊടുക്കും. കാരണം മദ്യപാനം നടത്തണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. ചില അധിക കൂട്ടരും അങ്ങനെ ആയിരിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ. കുടുംബക്കാരെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള പ്രഷർ കൊണ്ടോ അങ്ങനെയെല്ലാം ആയിരിക്കും ഏയിൽ കടന്നു വരുന്ന, അല്ലെങ്കിൽ വേറെ ഈ റോക്ക് ബോട്ടം എന്ന് പറയുന്ന പല സംഭവങ്ങൾ, മകനടിക്കുക അല്ലെ മകള് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, ഇങ്ങനത്തെ റോക്ക് ബോട്ടം ഒരു സംഭവങ്ങൾ നടക്കുമ്പം ഏയിലേക്ക് കടന്നു വരാൻ ദൈവം ഒരു ചാൻസ് കൊടുക്കുന്നു പറയും. അപ്പൊ ഇങ്ങനെയുള്ള അവർക്ക് ഞങ്ങളൊരു സ്ഥലത്ത് നെയ്വേലിൽ പോയിട്ട് ഞായറാഴ്ച സാധാരണ കൂടുതൽ കുടിക്കുന്ന ദിവസം, അന്ന ദിവസമാണ് ഞങ്ങൾ രാവിലെ തന്നെ ഒരു വീട്ടിൽ കയറി ചെന്നപ്പം ആ കുടിക്കുന്ന ആള് ഞങ്ങളെ രണ്ടാളാ ഞങ്ങള് രണ്ട് കഴുത്തിനും പിടിച്ചിട്ട് പുറത്തേക്ക്, ഗേറ്റിന്റെ പുറത്തേക്ക്, അതായത് വളരെ ഇതല്ല, വാ 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 പുറത്തുനിന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. അയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ എന്ത് സംസാരിക്കാനാ? ഞങ്ങൾ തിരിച്ചു വന്നു. അതിന്റെ ഏറ്റവും വലിയ മോശമായ ഇതെന്തായിരുന്നു പറഞ്ഞാൽ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി എന്നുള്ളതാണ്. മരിച്ചപ്പം ആ സമയത്ത് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു വാക്കാ, കരഞ്ഞുകൊണ്ട്, തമ്പി നിങ്ങൾ വന്നില്ലേ,
ഒന്ന് അയാളെ അവിടത്തേക്ക് കൊണ്ടുപോയെങ്കിൽ അയാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞത്. അത് ഒരു ഭയങ്കര ഒരു ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അറിയാം, എങ്കിലും അതൊരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ വന്നിരുന്നല്ലോ, അപ്പൊ അയാൾ എന്തിനാ ഞങ്ങളെ പുറത്തേക്ക് പോകാൻ പറഞ്ഞത്? ഇല്ല തമ്പി, ആ സമയത്ത് അയാളെ മോള് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്നിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ ഉള്ളിൽ കയറ്റി സംസാരിക്കാൻ. കാരണം മോളെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോളെ മുമ്പിൽ കുടിച്ചിട്ട് ലുങ്കി വരെ ഇല്ലാതെ അയാള് കിടക്കുന്ന പറഞ്ഞു. പക്ഷെ മോളെ മുമ്പിൽ നിന്ന് ഏക്കാർ സംസാരിക്കാൻ പോകുമ്പം അയാൾ സമ്മതിച്ചില്ല. ആ ഈഗോ, ഈ കുടിക്കുന്നവൻ സാധാരണ ആളൊന്നും ആയിരിക്കൂല, ഒരു ആസക്ത രോഗി, നമ്മളെ പോലത്തെ ഈ രോഗിയാകുന്ന കൂട്ടർ ഈഗോ, നമ്മളെ രോഗത്തിന് തന്നെ അങ്ങനെ സബ് സെൻട്രൽ അതായത് സ്വയം ഈ ഈഗോ ഇതുമാണ് ഏറ്റവും വലിയ രോഗത്തിന്റെ കാഠിന്യം എന്ന് പറയാം. അതേപോലെ തന്നെ ഡിനയൽ, ഞാൻ മറക്കും, എനിക്കതൊന്നുമില്ല, ഞാൻ കുടിച്ചിട്ട് കുറച്ച് കൂടുതൽ കുടിക്കുന്നു, ഞാൻ ഈ കുടിച്ചിട്ട് എന്നെ കൊണ്ട് വയ്യാന്ന് പറയുന്ന സമയം പോലും ഞാനും എൻ്റെ അമ്മ വേറെ സപ്പോർട്ടിന്, എൻ്റെ ഭാര്യ കരയുമ്പോൾ എൻ്റെ അമ്മ പറയും, അവനെന്ത് കുറച്ച് കൂടുതൽ കുടിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ, നീ എന്തിനാ വെറുതെ കരയുന്നെന്ന് ചോദിക്കുക. അതിപ്പോ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവൻ കൂടുതൽ കുടിക്കുന്നെന്നാ എൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല അമ്മ പറഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് പോലും ചില കൂട്ടർ. അപ്പൊ കുടിയെല്ലാം പെട്ടെന്ന് നിർത്തണ്ട, ഈ പുറമേയുള്ള കൂട്ടറെ കമാൻഡാ, പെട്ടെന്ന് നിർത്തണ്ട, അത് മനസ്സാ കാരണം. അത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കൈകാലില്ലാതായി പോവേ. കുറെ കൊല്ലം കുടിച്ചതാ, കുറച്ച് വെള്ളം അധികം ഒഴിച്ച് കുറച്ച് കുടിക്ക്, പല ഉപദേശങ്ങളും. ഇതെല്ലാം എനിക്ക് ആവശ്യമായിരുന്നത്. ഞാൻ ഇങ്ങനെയെല്ലാം ശ്രമിച്ച് ഫെയിലിയർ ആയ ഒരാളാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തിട്ടും ഞാൻ ഫെയിലിയർ ആയപ്പാണ് ഞാൻ ഒരു ദിവസം പരിപാടിക്ക് വന്ന് ഇന്ന് സക്സസ് ആയി. ഈ വർഷങ്ങൾ പോലും പലരും പറയുന്നതിന്റെ കാര്യം അതാ. അല്ലാണ്ട് അവർക്ക് വലിയ ഇത് കിട്ടാനോ ഗ്രാൻഡിയോസിറ്റിക്ക് പറയുന്നല്ല. ഈ പുതുമക്കാർ വരുമ്പോൾ വർഷം പറയുന്നതിന്റെ കാര്യം, എന്നോട് ആദ്യത്തെ ആള് 13 വർഷം എന്ന് പറഞ്ഞപ്പം പോയി പണി നോക്കാൻ പറയും, ഇയാളെ മുഖം കണ്ടാ അറിയാം ഇയാൾ രാത്രി കുടിക്കുന്ന ആളാന്ന്. ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരു മദ്യപാനാസക്ത രോഗി അങ്ങനെ ചിന്തിക്കുള്ളൂ. എല്ലാം നെഗറ്റീവായിട്ട് ഇവര് പറയുന്നുള്ള കളവ്, ഇവർക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും, ഇവർക്ക് ആരെങ്കിലും അമ്മായിച്ചൻ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ലോട്ടറി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കട്ടിട്ടുണ്ടാവും ഇയാള്. എല്ലാതിൻ്റെ എങ്ങനെ ഇയാളെ കടം 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായ കട എങ്ങനെ ഇത്ര വർഷം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തീരാൻ വേണ്ടിയിട്ട് ദൈവം എന്താ മേലെ നിന്ന് ഇങ്ങനെ ATM നിന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് അയാൾക്ക്? അങ്ങനത്തെ ചിന്തയെല്ലാണ്. എന്നോട് സ്പോൺസർ എടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യം, ബില്ലിനും ബോബിനും ആരാ സ്പോൺസർ എന്ന് ചോദിച്ച ആളാ ഞാൻ. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരാളോട് പറഞ്ഞിട്ട് നിങ്ങൾ പടികൾ ചെയ്യണം, സ്പോൺസർ എടുക്കണം, ഇവിടെ 1.5 മണിക്കൂർ മര്യാദയ്ക്ക് ചടഞ്ഞു കൂടി ഒച്ച ഇല്ലാതെ ഇരിക്കണം, കിറ്റിയിൽ കറക്റ്റായിട്ട് പൈസ ഇട്ടോളണം, ആരെങ്കിലും ഇവിടെ ഷെയർ ചെയ്തല്ല എവിടെയും പോയി കണ്ടെടുത്ത് പറയരുത്, ഒന്നും സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേ പറ്റൂ. ഇത് അവർക്കുള്ള ഉപദേശമല്ല. ഈ ഉപദേശവും ഈ നിർദ്ദേശമൊന്നും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കൂല ഈ ആൽക്കഹോളിക്. അതുകൊണ്ട് തന്നെ സഹോദരത്വം എന്നാ പറയാം നമ്മളിതിൽ. അവനെ നമ്മളിൽ ഒരുവനായി കണ്ടിട്ട് അവൻ്റെ അടുത്ത് തന്നെ അവൻ്റെ ചാവി കൊടുക്കാനാ പറയുന്നത്. പുതുമക്കാരോട് നമ്മൾ കളിക്കുന്ന കളിയൊന്നല്ല. നമ്മൾ വെറുതെ എന്തെങ്കിലും കാലക്കേട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുടുങ്ങിപ്പോവും. ഒന്നുമില്ല, തൂത്തുക്കുടിയിൽ ഞങ്ങൾക്കൊരു ഈ ജനറൽ GH ഒരു വാർഡുണ്ട്. അതിൽ അഡിക്ഷൻ ഇതിൽ ഡീന് തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെനസ്ഡേ പോവാ, അവിടെയുള്ള ഇങ്ങനെ ആൽക്കഹോളിക്കിനോട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ നോട്ടീസ് കൊടുത്തിട്ട് പോവുക. ഗവൺമെൻറ് അലോട്ട് ചെയ്താൽ അത് അവിടെ ഇപ്പം ഒരു സന്തോഷമായ ഇത് ഫ്രീ ആയിട്ട് ഈ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർഡ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നു. കാരണം മൂലക്ക് ഇപ്പം ട്രീറ്റ്മെന്റ് സെന്ററാണ് വളരുന്നത്. പുതുമക്കാരനെ കിട്ടിയാൽ ഞാനിത് ആരെയും കുറ്റം പറയല്ല, നിങ്ങളാരെയും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ മാറാൻ വേണ്ടി മാത്രമായിട്ട് പറയാണ്. കാരണം ഇത് പാവത്തിന്റെ പൈസയാണ്. ട്രീറ്റ്മെന്റ് സെന്ററിൽ ചേർത്തിട്ട് 2000 രൂപ വാങ്ങിച്ചിട്ട് ഒരാളെ ചേർത്താൻ 2000 രൂപ. എൻ്റെ മുമ്പെന്നാണ് എന്നോട് പറയുന്ന അയാളോട് ഞാൻ വേണ്ട അങ്ങനെ വാങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ ഈ 2000 വാങ്ങിയില്ലെങ്കിൽ ഇതവര് എടുത്തുകളി. ട്രീറ്റ്മെന്റ് സെന്ററുകാർ പൈസ വാങ്ങുന്നുണ്ടല്ലോ, അവരുടെ നിന്ന് നമ്മൾ പോയിട്ട് നമ്മൾ അവിടെ ചേർത്ത് കൊടുത്തിട്ട് പൈസ വാങ്ങിയാൽ എന്താ തെറ്റ്? നമ്മൾ രോഗീൻ്റെ അടുത്ത് നിന്നല്ലല്ലോ വാങ്ങുന്നത്. അപ്പൊ ഞാൻ അറിഞ്ഞത്
പിന്നെ ഒരാളെ കേസ് എന്താന്ന് പറഞ്ഞാൽ യോഗീൻ്റെ അടുത്ത് നിന്ന് 2000 വാങ്ങുന്നുണ്ട്, ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് 2000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതായത് കാറിലാ കൊണ്ടുവന്ന് ഡീസൽ അടിക്കണം എന്നുള്ള കാരണം പറഞ്ഞാ വാങ്ങിക്കുന്നത്. ഇങ്ങനെയെല്ലാം ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് കൊണ്ടുപോയി ചേർത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സെന്ററുമായിട്ട് ഒട്ടിയിട്ട് ഏടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പോ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ അടുത്തുള്ള ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ടെന്ന് പറയാനല്ല ഏല് പറഞ്ഞ് നമ്മൾ ഉത്തരവാദിത്ത പ്രതിജ്ഞ എടുക്കുന്നത്. ഏയുടെ സഹായസ്ഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഏയുടെ സഹായസ്ഥം എന്ന് പറഞ്ഞാൽ ഏയുടെ പ്രോഗ്രാം ഏയുടെ മീറ്റിംഗ് ആണ്. എല്ലായിട്ട് അടുത്തുള്ള ഇതിലാണ് വളരുന്നതെന്നും പറഞ്ഞ് കാണിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. കാരണം പൈസ ഇല്ലാത്ത സ്ഥിതിയിലായിരിക്കും ഒരു മദ്യപാനാസക്ത രോഗി ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടി കുടുംബക്കാർ കൊണ്ടുവരുന്നത്. എൻ്റെ നല്ല ജീവിതം കണ്ടിട്ട് ആ സമയത്താണ് ഞാൻ നിർദ്ദേശിക്കുന്ന അവിടെ ട്രീറ്റ്മെന്റ് സെന്റർ കൊണ്ടുപോയിടുന്നത്. ഇത് ഏത് വിധത്തിലാണ് ന്യായം? ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്ന പല ട്രീറ്റ്മെന്റ് സെന്ററുകാരും ഉണ്ടെന്ന് എനിക്കറിയുന്ന കേരളത്തിൽ. എന്നോട് എന്താ പറയാ, ഞങ്ങൾ കൊണ്ടുപോയാൽ കൺസെഷനായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് സെന്ററുകാർ തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും എല്ലാം ഉണ്ട്. പക്ഷേ അവര് ചില വീട്ടുകാർ അത് ഇഷ്ടമാണ് ഞങ്ങൾ കൊണ്ടുപോയി വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും കുറച്ചും കൂടി നന്നായി പറയുകയാണെങ്കിൽ, നിങ്ങളെ ഏലൊന്നും വന്ന് അവൻ നന്നാവില്ല, അവനൊരു 3 മാസം ട്രീറ്റ്മെന്റ് സെന്ററിൽ കൊണ്ടുപോയിട്ട് എത്ര പൈസയാണെങ്കിലും ഞങ്ങൾ കൊടുക്കും. കാരണം ദിവസവും ഇവൻ മീറ്റിങ്ങിന് വന്നിട്ട് ഇവൻ റിക്കവർ ആവുന്ന അവർ ശ്രദ്ധിക്കില്ല. പക്ഷെ 3 മാസം അവർക്ക് ഒരു ശല്യം ഒഴിഞ്ഞെന്നുള്ള രീതിയിൽ കുറച്ച് പൈസ ഉള്ള കൂട്ടറായിരിക്കും. അതുകൊണ്ട് കൊണ്ടുപോയിടാൻ തയ്യാറാണ്. ഞങ്ങൾ മീറ്റിങ്ങിന് പറഞ്ഞാൽ പോലും വേണ്ട, 3 മാസം അവിടെ കിടക്കട്ടെ, ഇല്ല അവരെ 21 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് വന്നോ, ഇനി അവൻ മീറ്റിംഗ് വന്ന് നന്നാവെന്ന് പറഞ്ഞാൽ പോലും ഇല്ല വേണ്ട, നിങ്ങൾക്കറിയില്ല. കാരണം സ്വന്തം മോനെ കുറിച്ചോ അല്ലെ ഭർത്താവിനെ കുറിച്ചോ നമ്മളോട് പറയുന്നത്. അപ്പൊ അത് നമ്മൾ സമ്മതിച്ച് കൊടുക്കേണ്ടി വരും. അത് അവരെ ഇഷ്ടമാണ്. അത് നമ്മളൊന്നും വെളിങ്ങനെ ഇതിട്ടിട്ട് ഇല്ല ഞാൻ നോക്കിക്കോളും, ഞാൻ മീറ്റിങ്ങിന് അവനെ ഡെയിലി കൊണ്ടുപോകും. ഒരു മദ്യപാനാസക്ത രോഗി കുറിച്ച് ഒരിക്കലും ആരോടും ഗ്യാരണ്ടി കൊടുക്കുന്ന വളരെ പൊട്ടത്തരാന്ന് പറയും. കാരണം ഈ പറയുന്ന ഞാൻ പോലും നാളെ ഈ പറഞ്ഞ റെസിഡൻഷ്യന്റെ പരിപാടി ഇനിയും തീർന്നിട്ടില്ല, താഴെ പോയി കുറച്ച് കൊടുന്ന് നക്കി നോക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പുതുമക്കാരനായിട്ട് വരുമോന്ന് പോലും അറിയില്ല തിരിച്ച്. അപ്പോ ഈ എക്ക് വാറണ്ടി ഇല്ല എന്നാ പറയുന്നത്. പക്ഷെ ഒരു വിധത്തിൽ ഗ്യാരണ്ടി കൊടുക്കുക. തുടർന്ന് വന്ന നളം നിശ്ചയം, അതായത് തുടർന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ തീർച്ചയായും അവൻ വീണ്ടും അതിന് പല കാര്യങ്ങളും പറയും. ഒരു പാക്കേജാന്ന് പറയും. പ്രാർത്ഥന പറയണം, ബിഗ് ബുക്ക് വായിക്കണം, ഒരു സ്പോൺസർ എടുക്കണം, പടികൾ ചെയ്യണം, ഇതെല്ലാം ഒരു പാക്കേജാണ്. എപ്പാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാ പഴമക്കാർ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ടെന്നല്ല, അവരെന്നോട് 1 വർഷം ഹണിമൂൺ പീരീഡ് എന്നാണ്. ഈ 1 വർഷം അവരെ ഫ്രീ ആയിട്ട് വിടുന്ന പറയാ. അവൻ മനസ്സിലാക്കട്ടെ അവന്റെ രീതിയിൽ. പലർക്കും ഇന്നും ഞാൻ തന്നെ ഈ കൊറോണ കാലത്ത് ആ പടികൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച് കൊണ്ടിരിക്കുന്നു. പടികളൊന്നും തീർന്നില്ല. 8ന്റെ മേലൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. പിന്നെ 10, 11, 12 ചെയ്യുന്നെന്ന് ഞാൻ പറയുന്നു നിങ്ങളോട്. വെറുതെ അതെല്ലാം അതെല്ലാം നേരത്തെ പറഞ്ഞ വി ആർ പ്രോഗ്രസീവ്. ഓരോ ദിവസവും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ ശ്രമിക്കാതെ ഒന്നും കിട്ടുമെന്നില്ല ഇവിടെ. നോ പെയിൻ നോ ഗെയിൻ. അതുകൊണ്ട് തന്നെ ഈ ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും. ഈ പുതുമക്കാരോ അല്ലെങ്കിൽ ഇന്ന് ഇതിൽ തന്നെ ഒരു പുതുമക്കാരനുണ്ട്, ഞാൻ പറയുന്ന വാക്കെല്ലാം കേട്ടിട്ട് നാളെ മുതൽ അവൻ കുടിക്കാൻ പോവില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അത് തന്നെ പറയുന്നത്. ഒരു സെൽഫിഷ് പ്രോഗ്രാം, ഒരു സെൽഫ് ഓറിയന്റഡ്, ഇങ്ങനെ ഇത് കിട്ടുന്ന തന്നെ വലിയ ഭാഗ്യ. ഈ സന്ദേശം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്, ഇത് ഡാമിൽ ഇട്ട വെള്ളം പോലെയാന്ന് പറഞ്ഞു. നമ്മളെ മുല്ലപ്പെരിയാർ ഡാമിൽ കുറെ വെള്ളമുണ്ട്. ചിലപ്പോൾ വരണ്ട കാലത്തിൽ അതൊന്നും നമുക്കൊന്നും യൂസ് ആവില്ല. അത് ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള കൃഷി ചെയ്യുന്ന കൂട്ടർക്കായിരിക്കും എമർജൻസി കൊടുക്കും അവര്. എന്ത് തന്നെ ആയാലും ആ വെള്ളം നശിക്കൂല. ആ വെള്ളം എന്തിനെങ്കിലും യൂസ് ആവും. അത് ഡാമിലിട്ട വെള്ളം പോലെയാണ് നമ്മൾ ഏടെ സന്ദേശം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഏടെ സന്ദേശം ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ അതോടെ നിന്റെ പണി നിർത്തിക്കൊള്ളണം. അത് വിചാരിച്ചിട്ട് അവനൊരു ചായ വാങ്ങിത്താ അല്ലെ എന്നൊരു മീറ്റിങ്ങിന് കൂട്ടിയിട്ട് പോവെന്ന് പറഞ്ഞാൽ സഹായം ചെയ്യാൻ പാടില്ല, ഞാൻ തിരിച്ചു വരാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ
പലപ്പോഴും ഈ ക്ഷമയും ഈ ലവ് ആൻഡ് ടോളറൻസ് എല്ലാം പഠിക്കുന്നത് ഈ 12ാം പടി പ്രവർത്തനം അല്ലെങ്കിൽ പുതുമക്കാരോടുള്ള അപ്രോച്ചില്ല. കാരണം പുതുമക്കാരൻ വരുമ്പോൾ ഞാൻ പുതുമക്കാരനായിരുന്നപ്പോ ഞാൻ എത്ര പേർക്ക് എന്തെല്ലാം പണി കൊടുത്തെന്ന് എനിക്കേ അറിയൂ. മീറ്റിങ്ങിന് വിളിക്കുന്ന എന്നോട്, പഴമക്കാരനോട് ചായ വാങ്ങിത്തരുമോ, സിഗരറ്റ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ച ആളാ ഞാൻ. എനിക്ക് വണ്ടി കൂലിക്ക് പൈസ ഇല്ല, നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ച ആളാ ഞാൻ. എനിക്ക് ഫോണിൽ റീചാർജ് ഇല്ല, എനിക്ക് റീചാർജ് ചെയ്തു തരുമെന്ന് ചെയ്ത് ഒരു മറുപ്പും ഇല്ലാതെ ചെയ്തു തന്നവരവര്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞാൽ 1% പോലും ചെയ്യുന്നില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ മീറ്റിങ്ങിന് ടോക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കെല്ലാം പോകാനോ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ നോ എന്നുള്ളത് ഒരിക്കലും ഏലില്ല. ആ വേർഡ് എന്നെ കൊണ്ട് എൻ്റെ പരിമിതികളിൽ ഉള്ള ടോപ്പിക്കോ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും. അതെൻ്റെ നന്ദിക്കടന, എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഞാൻ ഇത് ചെയ്തില്ല എന്നെ പോലെ നന്ദി കെട്ടവൻ ഈ ലോകത്തുണ്ടാവില്ല. കാരണം എനിക്കെല്ലാം കിട്ടിയത് സൗഭാഗ്യം എന്നൊന്നും പറഞ്ഞ് കുറക്കാൻ പാടില്ല. കാരണം ഏറ്റവും മോശമായ ഒരു ജീവിത രീതി, കുടിച്ചാലും കുടിച്ചില്ലേ ഞാൻ ചീത്ത ആണെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതാ പറഞ്ഞ എൻ്റെ തെറ്റുകൾ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ ചാൻസ് തന്നു എൻ്റെ ദൈവത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള. അതാ ഇതിൽ പറഞ്ഞ അൾട്ടിമേറ്റ്. അതാ നിങ്ങൾ അവനോട്, അവന്റെ ദൈവത്തിന്, അതാണ് ബില്ലിന്റെ ഫ്രണ്ടും പറഞ്ഞത്, ടച്ചർ. നീ നിനക്കുന്ന ഒരു ദൈവത്തിനെ കണ്ടുപിടിക്കുക, ആ സങ്കല്പത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ആദ്യമായ ആ വാക്ക് കൊടുത്തത് അദ്ദേഹം ഒരു ദൈവമായിരുന്നു ബില്ലിനെ. അപ്പം ഈ വരുന്ന കുടുംബക്കാരോട് നമ്മൾ അങ്ങനെയുള്ള ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പല ചോദ്യവും ചോദിക്കും. ഞാനൊരു മീറ്റിങ്ങിൽ പുതുമക്കാരെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വർഷങ്ങൾ വരുന്ന ആൾ തന്നെ, ഞാൻ ദൈവത്തിനെ കുറിച്ച് ഓവറായിട്ട് പറഞ്ഞപ്പോൾ എന്നോട് സുരേഷ് ഏട്ടൻ നിങ്ങൾ പോകരുത്, എനിക്കൊരു കാര്യം. അയാൾ പുറത്തു വന്നിട്ട് അയാൾ ആ മീറ്റിങ്ങിന്റെ സെക്രട്ടറി എന്നോട് ചോദിച്ചു, ഈ ദൈവം നിങ്ങളെ ഉള്ളിലാണോ പുറത്താണോ? ഞാൻ വിചാരിച്ചു മോനെ. ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിലാണ് ദൈവം ഉള്ളത്. ഓക്കെ, പിന്നെ എന്തിനാ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചു. അടുത്ത ചോദ്യം. അല്ല അത് പിന്നെ എന്ത് പിന്നെ പറയ്, ദൈവം പിന്നെ നിങ്ങളെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീട്ടിലിരുന്നിട്ട് മര്യാദയ്ക്ക് പ്രോഗ്രാം, പിന്നെ പുറത്തുള്ള ദൈവത്തിനെ തേടി നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ മഴ വരുന്ന പോലെ ഉണ്ട്, എൻ്റെ വൈഫ് ഒന്ന് ഫോൺ ചെയ്തത്, കുറച്ച് സാധനം വാങ്ങാണ്ട് വീട്ടിൽ അർജന്റായിട്ട് ഞാൻ ഓടുകയാണ് ചെയ്തത്. അപ്പൊ ഈ അറിയാത്ത കാര്യങ്ങൾ വെച്ച് വിളമ്പിയിട്ട് അറിയാന്ന് ഞാൻ കാണിച്ചിട്ട് അയാളോട് ആത്മീയതനെ പറ്റിയും പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും ഈ ആൽക്കഹോളിക് സർബത്ത് കുടിച്ചു വരുന്ന ആളല്ല. ഓരോ ആൽക്കഹോളിക്കും ഒരു ആറ്റം ബോംബെന്ന് പറഞ്ഞത്. ഒരു കുടുംബത്തില് എല്ലാം നശിപ്പിക്കണമെങ്കിൽ, എന്റെ സുഹൃത്തുക്കളെല്ലാം കുടിക്കുന്നുണ്ട്, ആരും ഭാര്യന്റെ സ്വർണം എടുത്തതായിട്ട് ഇതുവരെ ചരിത്രമില്ല. അവരെ ഭാര്യന്റെ സ്വർണം ഇനിയും കൂട്ടിയിട്ട് 2 ചെയിന് വാങ്ങിക്കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ ചെയിനോ എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു വീടായിട്ടോ അല്ലെങ്കിൽ ഒരു കാറായിട്ടോ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അവരെടുത്ത്. അങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിളില് താലി കൊണ്ട് താലിന്റെ ആ സാധനം, പൊട്ടുപോലത്തെ ആ സാധനം വിൽക്കാൻ പറ്റായിട്ട് അതെടുത്തിട്ട് ചുറ്റിക്കളിച്ച ആളാണ് ഞാൻ. അപ്പം എന്നെയും ഈ നേർവഴിക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിനെ പോലത്തെ ഒരു പ്രോഗ്രാം വേറെ ഇല്ല. അതാണ് അവന് കൊടുക്കുന്ന വേറൊരു നിർദ്ദേശം. നിനക്ക് ഇതിനെക്കാട്ടി ലളിതമായി നിനക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നീ ശ്രമിച്ചോ. നമ്മളെ 3ാമത്തെ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടുതൽ ഡീപ്പായിട്ട് എനിക്ക് കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നീ പോയി കുടിച്ചോ. കുടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചേർന്ന് ഐ കാൺ യു കാൺ വി ക്യാൻ, ഇതായിരിക്കണം നമ്മൾ ചേർന്ന്. ഈ കൂട്ടായ്മ, ഈ കൂട്ടിപ്പിടുത്തം, ഇതിലൊരു ബോണ്ടേജ് ഉണ്ട്. ഞാനും നിങ്ങളും തമ്മിലൊരു എന്തോ ഒരു ബന്ധമുണ്ട്. എല്ലാം അതിൻ്റെ എന്നെയും സഹിച്ചിട്ട് ഈ രാത്രി ഒന്നും കേട്ടിട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇയാൾ കണ്ട പൊട്ടത്തരം വിളിച്ചു പറയും, അന്നേരം നമ്മളിത് കേട്ടിട്ട് വെറുതെ ഇരുന്നിട്ട്. അപ്പം ഇതിനെല്ലാം ഞാൻ അർഹനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കേ ചിലപ്പോൾ ഡൗട്ട് തോന്നും. ഇവരെന്തിനീ എന്നെ വിളിക്കുന്നത്? എന്ത് കാര്യം ഞാൻ പറയാൻ പോകുന്നത്? ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ കാര്യം മാത്രമേ പറയുള്ളൂ. അത് സത്യസന്ധമായി പറയാനുള്ള ആ ഒരു ശക്തിയും ധൈര്യവും എല്ലാം ഈ കൂട്ടായ്മയിലൂടെ തുടർന്ന് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ മീറ്റിങ്ങിന് പോകുന്നു പറയുന്നത് ഇന്ന് ഞാൻ അങ്ങനെ പറയാനേ എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നോട് നോക്കി ചിലപ്പോൾ ചിരിച്ചാളി. കാരണം
ഈ ഇപ്പൊ തന്നെ ഇനി അങ്ങോട്ടേക്കൊന്നും പോകണ്ട, മുമ്പോട്ടേക്ക് ഞാൻ പണ്ടത്തെ കാലം മറിച്ചേക്ക. ഇപ്പൊ തന്നെ ഫിസിക്കൽ മീറ്റിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് ജഗ വാങ്ങും. പല കാരണങ്ങളാ. ഇപ്പൊ പറഞ്ഞില്ലേ, ഇന്ന് പോയിട്ടില്ല, റെസിഡൻഷ്യലിന്റെ മീറ്റിംഗ് ഉണ്ട്, മറ്റേ പരിപാടി ഉണ്ട്. ഓരോ കാരണം പറഞ്ഞിട്ട് ഫിസിക്കൽ മീറ്റിംഗ് എങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഓൺലൈനിൽ കൂടെ ഇങ്ങനെ, ഓൺലൈൻ ഓക്കെ, കൊറോണ കാലത്ത് വന്നതാണ്, പല ഇതും കിട്ടുന്നുണ്ട്, നല്ലത് തന്നെ. പക്ഷേ നമ്മളെ പാരമ്പര്യാധിഷ്ഠിതമായ ഒരു മീറ്റിംഗ് ഐ ടു ഐ ഇത് ആ ഫിസിക്കൽ മീറ്റിങ്ങിന് പോയാല് എൻ്റെ ലബോറട്ടറി അത് എന്നാണ്. ഈ പുതിയതായിട്ട് വരുന്ന കൂട്ടർ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് നിർദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് വേറൊരു വിഡ്ഢിത്തരം. ഈ ഓൺലൈൻ മീറ്റിംഗിൽ മാത്രം അത് മതി, 2 മീറ്റിംഗ് രാവിലെ 2 മീറ്റിംഗ് വൈകുന്നേരം, തീർന്ന്. ഫിസിക്കൽ മീറ്റിംഗിൽ പോയിട്ട് നമ്മളെ പരിശോധന ആസിഡ് ടെസ്റ്റാ, അതായത് മറ്റുള്ള കൂട്ടറുമായിട്ട് ഐ ടു ഐ കോണ്ടാക്ട് ആ ഒരു ഷെയറിംഗ് എല്ലാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്, ഇതാണ് നാളെ ഞാൻ 7 മണി to 8 സംസാരിക്കേണ്ട ആ ഗാന്ധിയുടെ ഇതിൽ. അതായത് ഞാൻ അതാണ്. എനിക്ക് സാധാരണമായിട്ട് ആരോടും ഈ താഴെ പറയുന്നില്ല, ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്, എല്ലാവരും നന്നായിട്ട് ആ ഡാൻസ് ചെയ്യും, പാട്ട്, പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് അവിടെ പോയി പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ശക്തിയുടെ ആവശ്യമുണ്ട്. അതായത് ദൈവത്തിനൊന്നും വിളിക്കൂല, ഞാൻ മദ്യത്തിനെ വിളിക്കും. മദ്യത്തിനെ വിളിച്ചാൽ മദ്യം ഈസി ആയിട്ട് വരും. ഇപ്പം വിളിച്ച് ഞാനത് ഉള്ളിൽ കൊണ്ടുപോയി എൻ്റെ അർമാദ എല്ലാം കഴിഞ്ഞ് ഞാൻ അതോടെ നിർത്തുവോ? അതാണ് പ്രോബ്ലം. അതാണ് 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരാൾ എന്നോട് ഇപ്പം തൂത്തുക്കുടിയിൽ നിന്ന് വരുമ്പോൾ എന്നോട്, സാറേ ഞാൻ എൻ്റെ 6 മാസത്തിൽ ചോദിച്ച ആളാ, നമുക്ക് സാധാരണ ആൾക്കാരെ പോലെ ആവാൻ പറ്റൂലേ സാറേ എന്നോട് ചോദിച്ചത്. അയാൾ തമിഴിലാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, 2 പെഗ് അടിക്കണം എന്ന് തോന്നുന്നുണ്ടല്ലേ സാർ, എങ്ങനെ കണ്ടുപിടിച്ചേ? ആ, ഞാൻ 6 മാസത്തിൽ ചോദിച്ചതാ ഒരു സീനിയറിനോട്. 6 മാസം മീറ്റിങ്ങിന് വന്ന് 90 ദിവസം 90 മീറ്റിംഗ് വരാൻ പറഞ്ഞു. പക്ഷെ 6 മാസത്തിൽ ഞാൻ 90 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല ആ സമയത്ത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആഴ്ചയിൽ 1 മീറ്റിംഗ് അല്ലെങ്കിൽ 2 മീറ്റിംഗ്, പിന്നെ ആഴ്ചയിൽ 8 മീറ്റിംഗ് ഞങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളത്. അതെല്ലാം സർവീസിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ ദൈവം ഒരു ചാൻസ് തന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലായിരുന്നു എൻ്റെ എല്ലാം സർവൈവൽ. അല്ലാതെ ഞാനൊന്നും തുടർന്ന് ഇത്ര കൊല്ലമായിട്ട് വരികയില്ലായിരുന്നു. കാരണം ഇവിടുന്ന് തന്നെ ഒരു പഴമക്കാരൻ ഇന്നും അയാളുണ്ട്, അദ്ദേഹമാണ് എൻ്റെ സ്പോൺസർ ആദ്യത്തെ. അദ്ദേഹം നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പം അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ ഒരു പുതുമക്കാരനെ കൊണ്ടുവരുന്നു, ബെസ്റ്റ്, നല്ല കാര്യം. അദ്ദേഹം മീറ്റിങ്ങിന് വരുന്നു, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, ആഴ്ചയിൽ 1 മീറ്റിംഗ് ആണെന്ന് പറയുന്നു, ആഴ്ചയിൽ 1 മീറ്റിംഗ് അറ്റൻഡ്, ബാക്കി 6 ദിവസം അവൻ എവിടെയാ പോവാതെ? ഞാൻ പറഞ്ഞു, 6 ദിവസം അവൻ്റെ വീട്ടിൽ പോകണോ? ഞാൻ ഇയാളെ നോക്കി നടക്കാൻ പറ്റുമോ? ഞാൻ പോകുന്നില്ല, ഞാൻ ഓഫീസിൽ. നീ പോകുന്ന കാര്യം നമുക്കറിയാം. നീ വേറെ മീറ്റിംഗ് അടുത്ത പ്രദേശത്ത് വേറെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും വെച്ചിട്ട് അവിടെയെല്ലാം മീറ്റിംഗ് തുറക്കാൻ നോക്കുന്നു. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തതാ. ആരും എന്നോട് നിങ്ങളൊന്നും എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങളിപ്പാ വരുന്ന, നിങ്ങളൊന്നും മീറ്റിംഗ് തുറന്നാൽ ശരിയാവില്ല. 2-2-ലധികം മദ്യപാനാസക്ത രോഗികൾ ചേരുന്ന സ്ഥലമാണ് മീറ്റിംഗ്. അതിന് ഏത് ട്രസ്റ്റിൻ്റെയും GSOന്റെ, ഇന്നൊരാൾ എന്നോട്, ഓൺലൈനിലുള്ള ഒരാൾ എന്നോട് സംശയം പോലെ ചോദിച്ചു, ഈ മീറ്റിങ്ങെല്ലാം തുറക്കുമ്പോൾ മറ്റേ GSO, എന്ത് GSO ഒരു പ്രിന്റിംഗ് പ്രസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലിറ്ററേച്ചർ ഇതും തരുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം. ഓഫ്കോഴ്സ് അതിന് പല ഫങ്ഷൻസും ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. സർവീസ് സ്ട്രക്ചറിൽ, നമ്മളെ സർവീസ് സ്ട്രക്ചറിൽ ഏറ്റവും വലിയ ഇടത്തിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു മീറ്റിംഗ്. ഈ ഓൺലൈൻ മീറ്റിംഗ് തന്നെ ഇന്ന് കിട്ടിക്കഴിഞ്ഞ് ഒരു 10-20 പേര്, ഒരു 36 പേര് ഇപ്പോൾ ഉണ്ട്. ഈ 36 പേരും ഭയങ്കരമായിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഇത് എന്തെങ്കിലും ഒരു പോയിന്റ് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങളും കേട്ട് ഇവൻ പൊട്ടത്തര പറഞ്ഞു, ഇവൻ പറയുന്ന പോലെ എടുക്കരുതെന്നെങ്കിലും പറയാൻ ഞാനൊരു പ്രാപ്തനാകുന്നുണ്ടല്ലോ. ഒരു ഫിസിക്കൽ മീറ്റിങ്ങിൽ ഞങ്ങൾ 2 പേരായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, കോഴിക്കോട് ഒരു വലിയൊരു മീറ്റിങ്ങിൽ. കാരണം അന്ന് വളരുന്നെന്നാ പറയുന്നത് എന്നോട് സീനിയേഴ്സ്. നിന്റെ മീറ്റിങ്ങിൽ നീ മാത്രമാണെങ്കിൽ വളരുന്നുണ്ട്, വേറെ അടുത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ട്, നീ ഇവിടെ തന്നെ എല്ലാവരും വരണമെന്നൊന്നും ഇങ്ങനെ സംഘടിതമായ പ്രസ്ഥാനമായിട്ട് എഴുതി വെക്കാത്ത ഒന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ 12 പടികളും 12 പാരമ്പര്യവും 12 കൺസെപ്റ്റും എടുത്താൽ തന്നെ
എല്ലാത്തിനും അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ എങ്ങോട്ടൊന്നും പോണ്ട. ഈ ഏടെ ലിറ്ററേച്ചറും ആൾക്കാരുമായിട്ട് അവർ ചിലപ്പോൾ ചീത്ത പറയും, അല്ലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ഈ എല്ലാരെയും തൃപ്തനാക്കാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ ആരോ പറയും ഈ പരമ്പര വിരോധിയില്ല, പരമ്പര ഫ്രണ്ടും ഇല്ല എന്ന് പറയും. അന്നേരം നമുക്ക് വേണ്ട ആൾക്കാരടുത്ത് നമ്മൾ 2-3 ദിവസം മുമ്പുള്ള ഒരു പ്രതിദിന മനന നമുക്ക് ചോദിക്കണം. എനിക്ക് ചോദിക്കാനാ ഈഗോ. എന്നോട് എൻ്റെ ഭാര്യ പറയും ഇന്നും, നിങ്ങൾക്കൊരു സ്പോൺസർ ഇല്ല മര്യാദയ്ക്ക്, നിങ്ങൾക്ക് പ്രശ്നമില്ലേ, നിങ്ങൾക്കത് ചോദിച്ചുകൂടെ, ഡിസ്കസ്. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ലെവലല്ലേ, ഞാനാരാ മോൻ? ഞാനൊരു ഭയങ്കര സംഭവം ഞാനേ കൺസെപ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ തന്നെ എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ തടയായിരിക്കും. അപ്പം ഞാൻ നല്ല ജീവിതം ജീവിച്ച് നന്നായി മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണ്ടേ. സ്നേഹത്തിൽ ചാലിച്ച പ്രോഗ്രാം. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് പോയി പണി നോക്കടാന്ന് പറഞ്ഞാൽ വീണ്ടും കുടിക്കാൻ പോകും. അതുകൊണ്ട് ഒരു കുടുംബവും ഒരു നല്ലൊരു സമുദായവും രക്ഷപ്പെടാനുള്ള പ്രോഗ്രാമാണ് നമ്മളത്. അതിൻ്റെ ഇടയിൽ ട്രീറ്റ്മെന്റ് സെന്റർകാരൻ എന്തൊക്കെ ചെയ്തോട്ടെ, അവിടെ ഒന്നും പോകണ്ടെന്നൊന്നും ഞാൻ നിഷ്കർഷിക്കുന്നൊന്നുമില്ല. അവിടെ പോകേണ്ട കൂട്ടർ അവിടെ പോവും. ഈ പൈസ നഷ്ടവും മറ്റേതും നമ്മൾ ഉപദേശിച്ചിട്ട് അല്ലെ നമ്മളെ ഉപയോഗിച്ചിട്ട് അവര് പൈസക്കാരാകണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ല, ഡൗട്ടിന് മാരുതൊന്നും ഞാൻ പറയലുമില്ല. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭരാത്രി. താങ്ക് യു. താങ്ക് യു സുരേഷ്. ഓക്കെ, നന്ദി സുരേഷ് ചേട്ടാ. താങ്കൾ നൽകിയ സേവനത്തിന് ഒരുപാട് നന്ദി.